ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ മുസ്ലിം റഷീദ് ഫ്രം കാലിക്കറ്റ്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ നേരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഡിസംബർ 31 നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഫേസ്ബുക്കിലൂടെ നമ്മുടെ കമ്മ്യൂണിറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പേര്, സ്ഥലം വെക്കുക. ശേഷം നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളായാലും നമ്മൾ ടൈം എടുത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, കാരണം നമ്മൾ ജീവിതത്തിൽ പലതരത്തിലുള്ള ആളുകളാണ്. വെറും സ്റ്റോക്ക് മാർക്കറ്റ് അല്ല, സ്റ്റോക്ക് മാർക്കറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും ജീവിക്കാൻ, സമാധാനത്തിൽ ജീവിക്കാൻ പണം വേണം. പണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സമാധാനം വരും. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒത്തിരി നമ്മൾ ജോലി പഠിച്ചുകൊണ്ടാണ് നേടിയത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് സ്കില്ലുണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് നമുക്ക് ജോലി കിട്ടിയതും. ആ ജോലിയിൽ 18-12 മണിക്കൂർ ജോലി ചെയ്തുകൊണ്ടാണ് ഗൾഫിലും ഇന്ത്യയിലൊക്കെ നമ്മൾ പൈസ ഉണ്ടാക്കുന്നത്, അല്ലേ? അപ്പോൾ പൈസ കിട്ടാൻ വലിയ പ്രയാസമാണ്. ബിസിനസ് ആയിക്കോട്ടെ, അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് എഴുതിയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞങ്ങളൊക്കെ അങ്ങനെയാണ് പഠിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് ഇൻഫർമേഷനാണ് പറഞ്ഞു തരുന്നത്. അതിൻ്റെ ബിഹൈൻഡ് റീസൺ എന്ന് പറയുന്നത്, എൻ്റെ ഒരുപാട് ഫേസ്ബുക്കിലുണ്ടായിരുന്നു, ഒത്തിരി സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ അവർ ഒരുപാട് സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളൊക്കെ അയച്ചു തരാറുണ്ട്. അപ്പോൾ യൂട്യൂബിൽ പുതുതായിട്ട് കാണുന്ന സുഹൃത്തുക്കൾക്ക് അറിയില്ല നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ വർഷങ്ങൾക്ക് മുമ്പേ ആക്റ്റീവായിരുന്നു. അപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ട്രേഡിംഗ് ഗ്രൂപ്പാണ്. അവിടെ ഫ്യൂച്ചർ ഓപ്ഷൻ ഹെഡ്ജിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂച്ചർ ഓപ്ഷൻ ഹെഡ്ജൊക്കെ തുടക്കകാലത്ത് ഒരിക്കലും ചെയ്യാതിരിക്കുക. തുടക്കത്തിൽ നമ്മൾ മാർക്കറ്റിൽ വന്ന ഉടനെ തന്നെ നിങ്ങൾ നമ്മളെ ഗ്രൂപ്പിൽ താല്പര്യമുള്ള ആളുകൾ വരിക, അല്ലാത്തവർ പുറത്തുനിന്ന് പഠിക്കുക. നമ്മുടെ അടുത്ത് വേണമെങ്കിൽ നമ്മുടെ അടുത്ത് പഠിക്കാം. എങ്ങനെ വേണമെങ്കിലും പഠിച്ചുകൊണ്ട് മാത്രം ചെയ്യുക കാര്യങ്ങൾ. ഓക്കെ, അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്പർ 1 എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റാണ്. സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നമായ ബിസിനസ്സാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോകത്തുള്ള ശതകോടീശ്വരന്മാർ, അതായത് കമ്പനീൻ്റെ ഓണേഴ്സും അതുപോലെ തന്നെ അതിനെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുക, അതുപോലെ തന്നെ നമ്മളെ പോലുള്ള റീറ്റെയിലേഴ്സ്, അങ്ങനെ 2 വിഭാഗം ആളുകളാണ് മാർക്കറ്റിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഓണേഴ്സ് എന്തിനാണ് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഗവൺമെൻറ്, ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ സെബിയുടെ റൂൾസ് അനുസരിച്ച് IPO ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഫണ്ട് കളക്ട് ചെയ്യണം പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും IPO ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അതുകൂടെ നോട്ട് എഴുതി വെച്ചോ. കാരണം നമ്മളിപ്പോൾ ഈവൻ ടാറ്റയുടെ IPO ആയാൽ പോലും ആ കമ്പനി വളരുമോ തകരുമോ എന്നുള്ളത് മാർക്കറ്റാണ് തീരുമാനിക്കുന്നത്. നമുക്കറിയാം, പ്രഗത്ഭമായ കമ്പനിയായ റിലയൻസിൻ്റെ ഒത്തിരി ഷെയറുകൾ എന്തുണ്ട്, ഒത്തിരി അതേ കമ്പനിയുടെ പാർട്ടായിട്ടുള്ള ഒരുപാട് ഷെയറുകൾ IPO തകർന്നു പോയത് നമുക്കറിയാം. അതുപോലെ തന്നെ ഏത് കമ്പനി ആയിക്കോട്ടെ, നമ്മൾ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കേണ്ട. ഞാനും നിങ്ങളൊക്കെ സാധാരണക്കാരനാണ്, നമ്മൾ അധ്വാനിച്ച പൈസയാണ് നമ്മൾ മാർക്കറ്റിൽ ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇൻഫർമേഷൻ, നല്ല ഇൻഫർമേഷൻ നിങ്ങൾക്ക് തരിക എന്നുള്ളത് നമ്മൾ ഫേസ്ബുക്കിലൂടെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുള്ള ഓഹരി വിപണി പോലുള്ള ഗ്രൂപ്പുകളിൽ ഒരുപാട് ആളുകൾ തെറ്റായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ട്രേഡ് ചെയ്യുന്നു കണ്ടുകൊണ്ടാണ് നമ്മൾ നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്നത് മാർക്കറ്റിലാണ്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും കമ്മ്യൂണിറ്റിയിലുള്ള സുഹൃത്തുക്കളും ബിസിനസ് ചെയ്യുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്താണ്, സ്റ്റോക്കുകളിലും ഫ്യൂച്ചർ ഓപ്ഷൻസിലുമാണ്. അല്ലാതെ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു ബിസിനസ്സായിട്ട് എടുക്കുന്നതല്ല. ഇത് നമ്മളെ അടുത്ത് ഒരുപാട് സുഹൃത്തുക്കൾ സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ട് എന്താണ് ഞങ്ങൾ പഠിക്കേണ്ടത്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങളെല്ലാം നോട്ട് എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പൈസ ഉണ്ടാക്കുന്നതിൻ്റെ ജോലിയിലും ബിസിനസ്സിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കിടക്കുന്നത് മാർക്കറ്റിലേക്കാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ. അപ്പോൾ മാർക്കറ്റിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അതിനും പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും ഒബ്സർവ് ചെയ്യണം, ഡൈജസ്റ്റ് ആവണം. നമ്മൾ പുതിയൊരാളാണെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. നമ്മൾ പതിയെ നോട്ട് എഴുതി മനസ്സിലാക്കിയതിന് ശേഷം ഗ്രോ ആയാൽ മതി. ഒരു തിരക്ക് ഒന്നിലും പിടിക്കരുത്. ആരും പെട്ടെന്ന് പൈസക്കാരനായ ചരിത്രമില്ല ഭൂമിയിൽ. എല്ലാം കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതിനിടയ്ക്ക് ഒരുപാട് പരാജയങ്ങൾ സംഭവിക്കും. ഓക്കെ, അപ്പോൾ പരാജയങ്ങൾ സംഭവിക്കാതിരിക്കാൻ നിങ്ങളുടെ സ്കില്ല് കൂട്ടി എക്സ്പീരിയൻസ്ഡ് ആയാൽ മാത്രമേ ഏതൊരു മേഖലയിലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റൂ. അതൊരു കോമൺ സെൻസാണ്, അല്ലേ? മാർക്കറ്റിന് അതിനേക്കാൾ കൂടുതൽ പൈസ കിട്ടുന്ന സ്ഥലമാണ്. തീർച്ചയായിട്ടും അത് അറിയുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളൊക്കെ മാർക്കറ്റിൽ ജനങ്ങൾ കുന്നുകൂടി കിടക്കുന്നത്. പക്ഷെ എന്താ പ്രശ്നം? നമ്മൾ പഠിക്കാതെയാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എല്ലാ കാര്യങ്ങളും നോട്ട് എഴുതിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സമയം എടുത്തുകൊണ്ട് ഡൈജസ്റ്റ് ആയിക്കൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്പർ 1 ഇൻവെസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോകത്തുള്ള 80% ആളുകളും മാർക്കറ്റിൽ വരുന്നത് എന്തിനാണ്? തീർച്ചയായിട്ടും പൈസ നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പൈസ നേടുക എന്ന് പറയുന്നത് ഇവിടെ 2 തരത്തിലാണ്.
ഒന്നാമത്തെന്ന് പറയുന്നത് സ്ഥിര വരുമാനമാണ് സുഹൃത്തുക്കളെ. അത് വളരെ ചെവി തുറന്ന് കേട്ടോ. കാരണം എൻ്റെ സുഹൃത്തുക്കൾക്ക് ഇപ്പോഴും നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ വന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന് പറയുന്ന സ്റ്റോക്കിൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു വെച്ചാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, 15% താഴെ പോയി, 10% ഡിവിഡൻഡ് കിട്ടി, എന്നാലും എനിക്ക് 5% ലോസ് അല്ലേ. അപ്പോൾ ഇത് ഓഹരി വിപണി ഗ്രൂപ്പിൽ ഞാൻ കണ്ടുവരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സ്റ്റോക്കുകൾ അവർ ട്രേഡ് പർപ്പസിൽ ബൈ ചെയ്യും. ഓക്കെ, എന്നിട്ട് അത് പ്രൈസ് താഴെ പോകുന്ന സമയത്ത് അവരത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. സഹോദരങ്ങളെ, ഇത് രണ്ടും വ്യത്യസ്തമാണ്. ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിനും ട്രേഡിംഗ് പർപ്പസിനും. മാർക്കറ്റിലെ ഏറ്റവും സുപ്രീമായിട്ട് പൈസ കിട്ടുന്നത് റിസ്ക് കുറഞ്ഞ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയും ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത് എനിക്കറിയില്ലായിരുന്നു. ഞാനും നിങ്ങളെപ്പോലെ ഒരുപാട് കാര്യങ്ങൾ അറിയാതെ വരവരച്ചുകൊണ്ടും അവിടെ ചെയ്യുന്ന എങ്ങനെയാണ് ഫണ്ടമെൻ്റലും വരവരച്ചുകൊണ്ടും, അതിന് കുറ്റം പറയുകയല്ല, അതെനിക്കറിയാതെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്. ഓക്കെ, ഫണ്ടമെൻ്റൽ നോക്കിക്കൊണ്ട് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതുപോലെ ഫണ്ടമെൻ്റൽ നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ ടെക്നിക്കൽ നോക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പാടില്ല. ഇത് രണ്ടും വ്യത്യസ്തമാണ്. ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചോ. ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിന് മാത്രം ഉപയോഗിക്കുന്നതാണ്. ഒന്നാമത് ഈ ഗ്രാഫിൽ എങ്ങനെയാണോ വരച്ചത് അതുപോലെ എഴുതി വെക്കുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിലുള്ള സുപ്രീം ഗുണം എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റാണ് സുഹൃത്തുക്കളെ. ഏറ്റവും റിസ്ക് കുറഞ്ഞ എന്നാൽ ഹൈ റിട്ടേൺസ് കിട്ടുന്ന, റിട്ടേൺസ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ നിങ്ങൾ സ്റ്റോക്കിൻ്റെ വിലയല്ല നോക്കണേ. നേരത്തെ ആ സുഹൃത്ത് പറഞ്ഞ പോലെ ഇതിൻ്റെ വിലയിലല്ല നിങ്ങൾ നോക്കുന്നത്, നിങ്ങൾ ആ കമ്പനിയുടെ ഓണർ ആവുകയാണ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റോക്ക് മേടിച്ചുകൊണ്ട്, അപ്പോൾ മേടിക്കുന്ന സ്റ്റോക്ക് ഏതാണ്? മ്യൂച്വൽ ഫണ്ടിൽ ഇടാൻ പാടുണ്ടോ? ഇല്ല. കാരണം എന്താ? നമ്മൾ ഫണ്ട് മറ്റൊരാളെ കയ്യിൽ കൊടുത്തുകൊണ്ട് അവർ അവരുടേതായ തീരുമാനത്തിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് യൂണിറ്റ്സ് ആയിട്ടാണ് കിട്ടുക. അപ്പോൾ അവിടെ തന്നെ നമുക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ എഴുതി ഒപ്പിടിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടാവും മ്യൂച്വൽ ഫണ്ടിലെല്ലാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അതായത് കിട്ടിയാൽ തരും, ഇല്ലെങ്കിലില്ല. അപ്പോൾ ചെയ്യാം. ആർക്ക്? ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾ. എനിക്കറിയാം നമ്മുടെ സർക്കിളിലുള്ള സുഹൃത്തുക്കളൊക്കെ മാർക്കറ്റിനെ കുറിച്ച് നല്ല ഐഡിയ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ട്. പക്ഷേ ട്രേഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ അത് നമുക്ക് പിന്നെ പറയാം. അതായത് സ്റ്റോക്കുകളെ കുറിച്ച് നല്ല ധാരണ ഉണ്ടല്ലേ. അപ്പോൾ ആദ്യം നിങ്ങൾ ഒഴിവാക്കേണ്ടത് മ്യൂച്വൽ ഫണ്ടാണ്. കാരണം നിങ്ങൾ നേരിട്ട് മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്? IPO ആണ്. IPO എന്ന് പറഞ്ഞാൽ അവിടെയുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്ക് വളരുമോ അതോ തകർന്നു പോകുമെന്ന് തീരുമാനിക്കുന്നത് മാർക്കറ്റ് ഭരിക്കുന്ന ലോകസമ്പന്നരായ സ്മാർട്ട് മണിയാണ്. ഓക്കെ, അപ്പോൾ അവരാണ് അതിൻ്റെ ഒക്കെ ആളുകൾ. അവർക്ക് മാനേജ്മെൻ്റ് ഉണ്ട്, ടീമുണ്ട്, സെറ്റപ്പ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അവരത്ര ഫണ്ടമെൻ്റൽ അറിവ് നമുക്ക് ഒരിക്കലും ഇല്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് മാർക്കറ്റിൽ ഫണ്ടമെൻ്റൽ എന്ന് പറയുമ്പോൾ ആദ്യം വരുന്നത് എന്താണ്? പബ്ലിക് മാർക്കറ്റാണ്. പബ്ലിക് മാർക്കറ്റ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള, ഇപ്പോൾ നിങ്ങൾ കോഴിക്കോടുകാരാണെങ്കിൽ കോഴിക്കോട് ടൗൺ, അല്ലെങ്കിൽ തിരുവനന്തപുരം, എറണാകുളം, എവിടെ ആയിക്കോട്ടെ, നമ്മുടെ വീടിനടുത്തുള്ള മാർക്കറ്റാണ് പബ്ലിക് മാർക്കറ്റ്. അവിടെ നിന്ന് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ചിലവുള്ള, നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ഏറ്റവും കൂടുതൽ ചിലവുള്ള പ്രൊഡക്റ്റോ സർവീസോ. എന്താണ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം, അതുപോലെ തന്നെ വസ്ത്രം, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉദാഹരണത്തിന് ITC എന്ന് പറയുന്ന കമ്പനിയെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ട് അല്ലേ. ITCയുടെ ക്ലാസ്മേറ്റ്സ്, ഹോട്ടൽ, ഭക്ഷണ സാധനങ്ങൾ, ആശീർവാദ ആട്ട, ഇതൊക്കെ നമുക്കറിയാം, നല്ല രീതിയിൽ അറിയാം, വളരെ ഫാമിലിയറാണ്, നമ്മളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ അതുപോലുള്ള ക്ലോസ്ഡ്, ഞാൻ ഒരു ഉദാഹരണം പറയണം, അതുപോലുള്ള ഏത് കമ്പനി നിങ്ങൾക്ക് എടുക്കാം, അത്രയും ക്ലോസ്ഡ് ആയിരിക്കണം. നമ്മളെ പബ്ലിക്കിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം. അതൊരു കോമൺ സെൻസ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ അനലൈസ് ചെയ്യും. ഒന്നാമത്തെ അനലൈസേഷൻ പബ്ലിക് മാർക്കറ്റിനാണ് തുടങ്ങേണ്ടത്. കാരണം ഈ സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡ് ആയിട്ടുള്ള എല്ലാ കമ്പനികളും നമ്മളെ ബേസ് ചെയ്തുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത് അല്ലേ. അപ്പം മനുഷ്യരാശി ഭൂമിയിലുള്ളിടത്തോളം കാലം കമ്പനികൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിൽ തന്നെ ടോപ്പ് കമ്പനികളാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ ITC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് മാർക്കറ്റിൽ അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ചിലവ് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി. ഇനിയിപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഇന്ത്യയിൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും 30% ഹിന്ദുസ്ഥാൻ യൂണിയൻ്റെ സോപ്പായിട്ടും പേസ്റ്റായിട്ടും പല പ്രൊഡക്റ്റായിട്ടും ഉണ്ടാവും അല്ലേ. അടുത്തടുത്ത് കഴിഞ്ഞാൽ നെസ്ലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ലെവൽ HUL നെസ്ലെയൊക്കെ ഞാൻ പറയുന്നത് ITC അടക്കം ഉണ്ടാവും, മാരിക്കോ എല്ലാം ഉണ്ട്. നമുക്ക് ഗൾഫിൽ പോയി കഴിഞ്ഞാൽ കാണാം, യൂറോപ്പിൽ കാണാം, എല്ലായിടത്തും കാണാം അല്ലേ. ഈ കമ്പനികളൊക്കെ ലാർജ് ക്യാപ് കമ്പനികളാണ് മാർക്കറ്റിൻ്റെ അകത്തുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് വളരെ ഫെമിലിയറാണ്. നെസ്കോഫി, അതുപോലെ നിഡോ പാൽപ്പൊടി, ഇതൊക്കെ വളരെ ഫാമിലിയറാണ് അല്ലേ. KRBLൻ്റെ റൈസുകൾ വളരെ ഫാമിലിയറാണ്. അപ്പോൾ ഇങ്ങനെ കണ്ട പ്രൊഡക്റ്റുകളിൽ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നൽകുന്ന, ജനങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങി ഉപയോഗിക്കുന്ന കമ്പനിയുടെ ഓണർ ആവുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം.
മനസ്സിലാവുന്നുണ്ടോ? അതെങ്ങനെ ചെയ്യണം എന്നാണ് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാത്തത്. അതിന് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് മാർക്കറ്റിൽ നമ്മൾ 2 അക്കൗണ്ട് എടുക്കണം സുഹൃത്തെ. നിങ്ങൾ തുടക്കക്കാരനാണെങ്കിൽ ഒരു അക്കൗണ്ട് എടുത്താൽ മതി. ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് ആരോടും പറയുന്നില്ല. ഓക്കെ, ഞാനിത് അവിടെ ഒരു ലൈൻ ഇട്ടു. ഇത് നിങ്ങൾ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, ഇത് ശരിക്കും വരേണ്ട ഗ്രീനിലാണ്, കുഴപ്പമില്ല. ഓക്കെ, ഇത് വളരെ ഡേഞ്ചറാണ്. ഇത് നിങ്ങൾ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഇത് എൻ്റെ സാധാരണക്കാരനായ ഏതൊരു സുഹൃത്തിനും, അതായത് നിങ്ങൾ 7ാം ക്ലാസ് ഗുസ്തിയാണോ 3ാം ക്ലാസ്സും ഗുസ്തിയാണ്, ഇപ്പോൾ സ്കൂളിൽ പോയിട്ടില്ല, സ്കൂളിലെ പഠിയെ കണ്ടിട്ടില്ലെങ്കിലും ഇതിന് വലിയ സ്കില്ല് വേണ്ട. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യുക്തി കൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. ഇത് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൈസ മറിയുന്ന സ്ഥലമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. പക്ഷേ എന്താണ്, നമ്മൾ ടൈം കൊടുത്ത് ഇവിടെ ചാർട്ട് ചെയ്യാൻ മന്ത്ലി ഇയർലി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, മന്ത്ലി ഇയർലി. അത് നോക്കുന്ന കാര്യങ്ങളുള്ള ഞാൻ മുമ്പോട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഇത് മന്ത്ലി ഇയർലി ആണ്. ഓക്കെ, മന്ത്ലി ചാർട്ടും ഇയർലി, ആദ്യം വരെ ഇയർലി ചാർട്ടാണ്, പിന്നെ മന്ത്ലി ചാർട്ടാണ് വരിക. ഓക്കെ, ഇത് ഓർത്ത് വെച്ച് ഇതൊക്കെ എഴുതി വെച്ചോ, ഇതുപോലെ വരച്ച് വെച്ചോ. ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്, മാർക്കറ്റിലെ നമ്പർ 1 ഗുണം എന്ന് പറയുന്നത് എന്താണ്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിനാണ് നമുക്ക് ഗവൺമെൻറ്റും കോർപ്പറേറ്റുകളും ഒരു അവസരം തരുന്നത്, ആ കമ്പനി. അപ്പോൾ നമ്മൾ പോയിട്ട് IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പറഞ്ഞു, മാർക്കറ്റ് ചിലപ്പോൾ തകർന്നു പോകും, മാർക്കറ്റാണ് തീരുമാനിക്കുന്നത്, ആ കമ്പനി വളരെ തകരുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം. മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് അറിയുന്നതാണ് മാർക്കറ്റ്, പിന്നെ അതിൻ്റെ ആവശ്യമില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ അടുത്ത് അത്ര പൈസയില്ല ഇതൊക്കെ കൂടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ലാർജ് ക്യാപ്പ് പ്രീമിയം, മിഡ് സ്മോൾ പെന്നി. അതെന്തുകൊണ്ട്, അതൊക്കെ വർഷങ്ങളോളം കറക്ഷനിലേക്ക് പോകും. പക്ഷേ അവിടെ പ്രൈസും നമ്മളായിട്ടൊരു ബന്ധവുമില്ല. എങ്കിൽ കൂടെ ഓൾറെഡി സൂപ്പർ സ്റ്റാർ ആയിട്ടിരിക്കുന്ന സ്റ്റോക്കുകളിൽ ബെറ്റ്, അതായത് നമ്മുടെ അടുത്ത് ലിമിറ്റഡ് പൈസയേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ നമ്മുടെ 20% വരുമാനത്തിൻ്റെ 20%, നിങ്ങൾ ട്രേഡിംഗ് വരുമാനമായിക്കോട്ടെ, ബിസിനസ് വരുമാനമായിക്കോട്ടെ, ജോലി വരുമാനമായിക്കോട്ടെ, നമ്മുടെ വരുമാനത്തിൻ്റെ 20% ചിലപ്പോൾ 2000 ആവാം, 1000 ആവാം, 2 ലക്ഷം ആവാം, എന്തോ ആയിക്കോട്ടെ. അത് എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അത് SIP മോഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ കാരണം എന്താ, എപ്പോഴും മാർക്കറ്റ് ഈ സ്ട്രക്ചറിലാണ് പോവുക. മനസ്സിലാകുന്നുണ്ടോ? ഇതിപ്പോൾ നിങ്ങൾ മന്ത്ലി കൺസിഡർ ചെയ്ത്, ഇതൊരു മന്ത്ലി ചാർട്ടാണെന്ന് വെച്ചോ, മന്ത്ലി ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുക. അതിപ്പോൾ നമ്മൾ ലാർജ് ക്യാപ്പ് എന്തുകൊണ്ടാണ് സെലക്ട് ചെയ്യുന്നത്, ഇത് ഓൾറെഡി ഇങ്ങനെ കുത്തനെ മുകളിലോട്ട് പോകുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ലാസ്റ്റ് വീഡിയോ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ ലെഗിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഇങ്ങനത്തെ ഒരു 5 എണ്ണം കാണാൻ പറ്റും അല്ലേ. ഇവിടെ ഇതിങ്ങനെ ഇതേ സ്ട്രക്ചറിൽ ഇങ്ങനെ കയറി എങ്ങോട്ടാണ് പോകുന്നത്, മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പെന്നി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കറിയില്ല ഇത് മുകളിലോട്ട് പോകാൻ തിരിച്ച് താഴോട്ട് വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമ്മളവിടെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ലാർജ് ക്യാപ്പിന് ITC അല്ലെങ്കിൽ HUL ചാർട്ട് എടുത്ത് ഞങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക, നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുക. ഇപ്പം തന്നെ കാണിച്ചു തരാം. ഇത് ഡേ ചാർട്ടാണ്. അപ്പോൾ അതെന്താണ്, ട്രേഡിംഗ് ചാർട്ടാണ്. ഓക്കെ, നമ്മളെവിടത്തേക്കാണ് പോകുന്നത്, മന്ത്ലിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ മന്ത്ലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുക, തീർച്ചയായിട്ടും മന്ത്ലിയിൽ കുത്തനെ മുകളിലോട്ട് പോകുന്ന ചാർട്ടുകളായിരിക്കണം. അത് പ്രീമിയം സ്റ്റോക്ക്, അതായത് എഡ്യൂക്കേഷൻ പ്രീമിയം ഉണ്ട് മാർക്കറ്റിൽ. അത് നമുക്കറിയില്ല, എനിക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഫണ്ടമെൻ്റൽ ട്രേഡ് ചെയ്യുന്നു, വരവരച്ച് ട്രേഡ് ചെയ്യുന്ന സുഹൃത്തുക്കളോട് ഞാൻ ഇത് പറയല്ല, കാരണം ഞാനും തുടക്കത്തിൽ അങ്ങനെ ചെയ്തേ പഠിക്കുള്ളൂ. നമ്മുടെ കുറേ പൈസ ഒക്കെ പോയിട്ട് പിന്നെ നമുക്ക് റിക്കവർ ആയിട്ട് അങ്ങനെയൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്ട്രെങ്ത്ത് ആർജിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും അതൊന്നും തെറ്റുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ തിരുത്തേണ്ട സമയത്ത് തിരുത്തണം. അങ്ങനെ ചെയ്യുന്ന ഒരുപാടായിട്ട്, തുടക്കക്കാരല്ല, ഒരുപാടായിട്ട് അങ്ങനെ ചെയ്യുന്ന 2000 മുതൽ 2004 വരെ ചെയ്യുന്ന സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ മുമ്പോട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സുഹൃത്തുക്കൾ, അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ഒരു ധാരണയില്ല. തീർച്ചയായിട്ടും നിങ്ങൾ മാർക്കറ്റിൽ വന്ന ഉടനെ ചെയ്യേണ്ടതാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ പ്രീമിയം ഉണ്ട്, സ്റ്റോക്കുകൾ പ്രീമിയം ഉണ്ട്. പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് ക്യാപ് സെക്ടർ ലീഡർ സ്റ്റോക്കുകൾ, അവിടെയാണ് സുഹൃത്തുക്കളെ സ്മാർട്ട് മണി ഏറ്റവും കൂടുതൽ പൈസ ഇറക്കുന്നതും വലിക്കുന്നതും സ്ഥലമാണ് പ്രീമിയം ലാർജ് ക്യാപ് സ്റ്റോക്ക്. അവരുടെ ലോകത്തുള്ള ഏറ്റവും വലിയ ബിസിനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ ടെക്നിക്കൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് ചാർട്ടിലൂടെ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ടെക്നിക്കലിൻ്റെ ഹയർ എഡ്യൂക്കേഷനൊക്കെ ഉണ്ട്, അതിലൂടെ എങ്കിലൂടെ പ്രീമിയം പ്രൈസ് ആക്ഷനിൽ കൂടെ അതുണ്ട്, അതൊക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ചാർട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, ഇവിടെ നിന്ന് ഇങ്ങനെ കുത്തനെ മുകളിലോട്ടാണ് പോകുന്നത് അല്ലേ. ഇതിൻ്റെ അകത്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ട്രേഡിങ്ങിൻ്റെ ഒരു 5 ലെഗ് കാണിച്ചിട്ടുണ്ട്, അതേ രൂപത്തിൽ ഇതിൻ്റെ അകത്തുണ്ട്. അതൊക്കെ നമ്മൾ മുമ്പോട്ട് പഠിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഇവിടെ ഒരു പെന്നി സ്റ്റോക്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുക, ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഇത് കുത്തനെ താഴോട്ട് പോകും. അതുകൊണ്ടാണ് പെന്നി സ്റ്റോക്ക്, മിഡ് ക്യാപ് സ്റ്റോക്കിൽ, സ്മോൾ ക്യാപ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല, IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോൾ ഇതിൽ ഓൾറെഡി നമുക്ക് വിശ്വസ്തമാണ്. കാരണം ഇത് ഇത്രയും വർഷമായിട്ട് ഇവിടെ ഉണ്ട്. 1900 ഇവിടെ ഈ ചാർട്ട് റിയൽ അല്ല എങ്കിൽ കൂടെ ട്രേഡിംഗ് വ്യൂവിലൊക്കെ നമുക്ക് കൂടുതൽ ടൈം ഫ്രെയിം കാണാൻ പറ്റും. എങ്കിൽ കൂടെ 1998 മുതൽ ഇന്ത്യൻ മാർക്കറ്റ് ലിസ്റ്റഡ് ആയ ഒരു കമ്പനിയാണ് ഇത്രയും സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നത്. അതായത് ഈ HULന്റെ ബിസിനസ്സിനെ വെട്ടാൻ ഒരാളുമില്ല അല്ലേ. അപ്പോൾ അവർക്ക് അവരുടേതായ ബിസിനസ് ഉണ്ട്, മറ്റുള്ളവർക്ക്. പക്ഷേ ഇവർ ഒരു എന്താ പറയുക, മൊണോപ്പൊളി ബിസിനസ് എന്നാണ് പറയുക. ഓക്കെ, അത് പല ഗ്രേഡ് ചെയ്യുന്നുണ്ട്. കാരണം റിച്ചസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ മിഡിൽ ക്ലാസ്, നമുക്കറിയാം 5 രൂപയുടെ സാധാരണക്കാരന് വരെ 5 രൂപയുടെ ബൂസ്റ്റ് വരെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവരുടെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക. ആദ്യം നിങ്ങൾ പബ്ലിക് മാർക്കറ്റിലെ ചിലവൊക്കെ പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് കമ്പനിയെ കുറിച്ച് പഠിക്കുക. അതിനവിടെ ഫാക്ടറി ഉണ്ട്, എവിടെയാണോ അതിൻ്റെ മെയിൻ ഓഫീസ് കാര്യങ്ങളൊക്കെ ഫണ്ടമെൻ്റൽ നമ്മൾ മുമ്പോട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ചാർട്ടിൻ്റെ മെത്തേഡ്സ് ഇത് കണ്ടോ, നിങ്ങൾ മന്ത്ലി കുത്തനെ മുകളിലോട്ട് പോകുന്നതാണ്. ഒരിക്കലും നിങ്ങളിത് കട്ട് ചെയ്ത് താഴോട്ട് വരുന്ന ഒരു സ്റ്റോക്കുകളിലും ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ പാടില്ല. അതൊരു ഇൻഫർമേഷൻ പോലെ പറഞ്ഞാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്ന ഒരു സ്റ്റോക്കുകളിലും, അങ്ങനെ ഒത്തിരി സ്റ്റോക്കുകളിൽ ചെയ്യാൻ പാടില്ല. ഓക്കെ, കാരണം അതിൻ്റെ അർത്ഥം ബിസിനസ് ഡെഡ്, അത് ഡെഡ് സ്റ്റോക്ക് എന്നാണ് നമ്മുടെ ടെക്നിക്കൽ അനാലിസിസ് വെച്ചുകൊണ്ട് പറയുക. ഓക്കെ, അപ്പോൾ അതവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സ്റ്റോക്ക് എടുത്തുകൊണ്ട് അതിൽ ഒന്നാമത്തെ അക്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഇതെന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ആണെന്നും ഇത് ഇതുപോലെ വരച്ച് വെച്ചോ ഇവിടെയാണ്. എന്തിനാണ് ഇത്? പെർമനൻറ്റ് ഇൻകം ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ട് പെർമനൻറ്റ് ഇൻകം ഉണ്ടാക്കുന്ന ആളുകൾ വളരെ വിരളമായിരിക്കും. നമ്മളെപ്പോലുള്ള എന്നെപ്പോലുള്ള സാധാരണക്കാരുടെ ഇടയിലാണ് ഞാൻ പറയുന്നത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ റിച്ചസ്റ്റ് ആയിട്ടുള്ള പ്രൊമോട്ടേഴ്സ്, കമ്പനിയുടെ റിയൽ ഓണേഴ്സ്, അവരുടെ ഫാമിലിയും കാര്യങ്ങളൊക്കെ, അല്ലാത്ത റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നമുക്കറിയാവുന്ന ആരാണ്? RJ രാജേഷ് ജിൻവാല, അതുപോലെ വോറൻ ബുഫറ്റ്, അതുപോലെ മുഹമ്മദ് അൻവർ, അങ്ങനെ ഒത്തിരി പേരുണ്ട്, വിജയ് കേഡിയ. അപ്പോൾ ഇങ്ങനെ ഉള്ള സാധാരണക്കാരും അല്ലാതെ നമുക്കറിയാത്ത റീറ്റെയിലേഴ്സ് ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ട്രേഡ് ചെയ്തിട്ടാണ് പൈസ ഉണ്ടാക്കുന്നത്. ഒരിക്കലുമില്ല. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ഉദാഹരണം മനസ്സിലാകുന്നില്ല ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങും തമ്മിലുള്ള. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ടോപ്പാണ്, അത് കഴിഞ്ഞിട്ടേ വേറെ എന്തുള്ളൂ. അതിലാണ് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുക. അതെന്തുകൊണ്ടാണ്? അത് നമ്മൾ മന്ത്ലി ഇയർലി ചാർട്ട് നോക്കിക്കൊണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, മന്ത്ലി ഇയർലി ചാർട്ട് നോക്കിക്കൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇയർലി ചാർട്ടിൽ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഈ കമ്പനി ഇങ്ങനെ കുത്തനെ മുകളിലോട്ട്, ഈ മന്ത്ലി വിട്ട് ഇയർലി എടുത്താൽ മതി. ഇയർലി നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? കുത്തനെ മുകളിലോട്ട് പോവുകയാണ് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ അവരുടെ ബിസിനസ് ഗ്രോത്ത് ആയിട്ട് പോയിക്കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്കുള്ള റിട്ടേൺസ് എന്താണ്? സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ 1 ലക്ഷം സ്റ്റോക്ക് HULന്റെ കയ്യിൽ മേടിച്ച് വെച്ചാൽ, 1 ലക്ഷം സ്റ്റോക്ക് എന്ന് പറയുന്നത് മേടിക്കുന്ന രീതി അത് ഞാൻ മുമ്പോട്ട് പറഞ്ഞുതരാം. മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ബിസിനസ് ഉണ്ട്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അവർ ചെയ്യുന്ന ബിസിനസ്, ഇപ്പം നിങ്ങളൊരു ഒരു കടയുടെ ഉടമസ്ഥനാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വെറുതെ നിങ്ങൾ പൈസ കൊടുക്കും, ഒരിക്കലുമില്ല. ഇപ്പം 4 പേരുള്ള കടയാണ്, നിങ്ങളോട് പറയാണ് ഞാൻ കുറച്ച് ഷെയർ വിൽക്കുന്നുണ്ട്, നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ തരുന്ന, നിങ്ങൾ വെറുതെ പൈസ കൊടുക്കില്ല, നിങ്ങൾക്ക് റിട്ടേൺസ് വരണ്ടേ. അപ്പോൾ അവിടെ കിട്ടുന്ന ലാഭം നിങ്ങൾക്ക് തരും, അതല്ലേ അവർ കമ്പനി ചെയ്യുന്ന, അതായത് കടയിൽ കിട്ടുന്ന കച്ചവടം ചെയ്ത് കിട്ടുന്ന ലാഭത്തിനാണ് നമ്മൾ ബിസിനസ് ലാഭം എന്ന് പറയുക. ആ ബിസിനസ് ലാഭം നമുക്ക് കിട്ടും. അതാണ് ഇവിടെ ഡിവിഡൻഡ് ഇൻകം എന്ന് പറയുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടിക്കർ ടാപ്പ് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ അടിക്കുക. ഓക്കെ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഈ കമ്പനിയുടെ ടിക്കർ ടാപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫണ്ടമെൻ്റലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ മാക്സിമം ചാർട്ട് നോക്കുക, കുത്തനെ മുകളിലോട്ട് പോകുന്നതായിരിക്കും. എവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ കാണാൻ പറ്റും. മല പോലെ വളർന്നു നടക്കുന്ന ഒരു കമ്പനിയാണിത് അല്ലേ. ഇത്രയും വർഷങ്ങളായിട്ട് മാർക്കറ്റിലുണ്ട്. ആദ്യം നോക്കേണ്ടത് പബ്ലിക് മാർക്കറ്റിൽ നമുക്കറിയാം ബൂസ്റ്റ്, ഹോർലിക്സ്, ചായപ്പൊടി, മറ്റേ കോസ്മെറ്റിക്സ്, എല്ലാ സാധനങ്ങളും ഒരു 30% നമ്മുടെ വീട്ടിൽ ഇതാ ഉണ്ടാവും അല്ലേ. ഇനി നമ്മൾ താഴെ വന്നിട്ട് എന്തിനാണ് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അർത്ഥം എന്താണ്? ആ കമ്പനിയുടെ ഓണർ ആവുക എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ കോഴിക്കോട് സിറ്റി അല്ലെങ്കിൽ എറണാകുളം സിറ്റി കണ്ണായ സ്ഥലത്ത് ടൗണിൽ മിഡ് സിറ്റിയിൽ ഇപ്പോൾ 10 സെൻറ്റ് സ്ഥലം 10 കോടിക്ക് മേടിക്കുന്നത് വെക്കാം. അപ്പോൾ 10 കോടിക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എനിക്ക് 2 ഉദ്ദേശമുണ്ട്. അതാണ് മാർക്കറ്റിലോട്ട് വരുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്നാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇത് ലൈഫിൽ ഞാൻ വിൽക്കാൻ മേടിക്കുന്നതല്ല. ഈ സ്ഥലം 10 സെൻറ്റ് സ്ഥലം 10 കോടിക്ക് മേടിച്ച് ഞാൻ വിൽക്കാനല്ല മേടിച്ചത്. കാരണം എന്താ? അതിനെക്കൊണ്ട് 100 കോടി ഉണ്ടാക്കണം. എങ്ങനെ? അത് ടൈം എടുത്ത് ഉണ്ടാക്കുക, ടൈം എടുത്തുകൊണ്ടാണ് ഉണ്ടാക്കുക. എങ്ങനെയാണ്? ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ആ 10 സെൻറ്റ് സ്ഥലത്ത് ഞാൻ നല്ല ഒന്നാം തരം ഒരു 5 സ്റ്റാർ ഹോട്ടൽ കിട്ടും.
ഓക്കെ, എൻ്റെ പേരിലുള്ള സ്ഥലം എൻ്റെ പേരിൽ ഒരു 5 സ്റ്റാർ ഹോട്ടൽ കെട്ടിക്കൊണ്ട് ആ 5 സ്റ്റാർ ഹോട്ടൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഡെയിലി ബേസിൽ 3000-5000 രൂപ റെൻ്റൽ ബേസിൽ ടൂറിസ്റ്റുകൾക്ക് വാടക കൊടുക്കുന്നു ഡെയിലി ബേസിൽ. ഓക്കെ, അതാണ് പെർമനൻറ്റ് വരുമാനം. അതിൽ നിന്ന് 1 രൂപ എങ്ങോട്ടും പോകുന്നില്ല, കംപ്ലീറ്റ് എനിക്കാണ് കിട്ടുന്നത്. അത് നമ്മുടെ എക്സ്പെൻസ് കഴിഞ്ഞ് ബാക്കിയുള്ള പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് ബിസിനസ് ലാഭമാണ് അല്ലേ. അപ്പോൾ ഈ ഹോട്ടലിൽ ഞാനിപ്പോൾ 2 പാർട്ട്നേഴ്സിന് എടുക്കുകയാണെങ്കിൽ ആ വരുന്ന ബിസിനസ് ലാഭം ഞാൻ കച്ചവടം ചെയ്ത് കിട്ടുന്ന ലാഭത്തിൻ്റെ വിഹിതം ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുക്കുന്നു, അല്ലെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്നു. അപ്പോൾ ആ പർപ്പസ് എന്തായിരുന്നു, അത് വിൽക്കാൻ മേടിച്ചാണ്, ഒരിക്കലും അല്ല. അത് ലൈഫ് ലോങ് ഡിവിഡൻഡ് ഇൻകത്തിന് മേടിച്ചാണ്. മനസ്സിലാവും. ഡിവിഡൻഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കമ്പനി ആ 5 സ്റ്റാറുകളിൽ നിന്ന് വരുന്ന വരുമാനം ലാഭവിഹിതം ആ സ്ഥാപനം പ്രവർത്തിച്ച് ഉണ്ടാക്കുന്ന ലാഭവിഹിതത്തിനാണ് നമ്മൾ ഡിവിഡൻഡ് ഇൻകം എന്ന് പറയുന്നത്. നമുക്ക് നേരിട്ട് കിട്ടുന്നു. ഓക്കെ, നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ഇതാണ് ഇപ്പോൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ അതിൻ്റെ മാർക്കറ്റ് റേറ്റ് നോക്കും. ഡെയിലി ഇപ്പോൾ 10 കോടിക്ക് മേടിച്ച് ഇതിപ്പോൾ 15 കോടി കിട്ടും. എന്നിട്ട് വേണം അതിൻ്റെ 5 സ്റ്റാർ ഹോട്ടൽ ഇതിലൊന്ന് വിറ്റ് കളയാൻ. അതാണ് നമ്മുടെ മണ്ടത്തരം. കാരണം നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഇത് അറിയുന്നില്ല. അവർ പറയുന്നത് IOCയിൽ 15% താഴെ പോയി 10% ഡിവിഡൻഡ് വന്നു, 5% നഷ്ടമല്ലേ. എൻ്റെ പൊന്നു സഹോദരൻ, നിങ്ങൾ ട്രേഡിങ്ങിനെ കുറിച്ചാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതാണ് ആ ഗ്രൂപ്പിൻ്റെ പ്രത്യേകതയും. മനസ്സിലാവുന്നുണ്ടോ? അവിടെയൊക്കെ ചന്നം പിന്നായിട്ട് കിടക്കുക. അപ്പോൾ അത് അവിടെ കിടക്കുന്ന കുഴപ്പമില്ല. നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് കണ്ടുകൊണ്ട് നമ്മുടെ അടുത്ത് സുഹൃത്തുക്കൾ വരാറുണ്ട്, ചോദിക്കാറുണ്ട്. അവർക്കാണ് ഈ പറഞ്ഞു തരുന്നത് ഡിവിഡൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ വില നോക്കരുത്. മനസ്സിലാണല്ലോ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞത്, ഞാൻ താമസിക്കുക അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന വീട്, അതിൻ്റെ ഡെയിലി മാർക്കറ്റ് റേറ്റ് നമ്മൾ നോക്കുക. എന്തുകൊണ്ടാണ്? അത് നമുക്ക് ലൈഫ് ലോങ് വേണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് ജോലി പോയി കഴിഞ്ഞാൽ സ്ഥിര വരുമാനം കിട്ടുന്ന കൊറോണ ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഞാൻ സിന്ധി സുഹൃത്തുക്കളുടെ അടുത്താണ് പഠിച്ചത് കൊറോണ ടൈമിൽ. അവർക്കൊക്കെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയാണ്, കോടിക്കണക്കിന് രൂപയാണ് ഡിവിഡൻഡ് ഇൻകം വന്നിരിക്കുന്നത് കമ്പനിയുടെ. അതാണ് അവരുടെ മെയിൻ വരുമാനം. അത് സ്ഥിര വരുമാനമാണ്. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. അതിൽ തന്നെ നിങ്ങൾക്ക് നല്ല ലോകത്തുള്ള ഏത് എക്സ്പേർട്സിനും തെറ്റാൻ സാധ്യതയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അതിലൊരുപാട് കാര്യങ്ങൾ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ആ ഹിന്ദുസ്ഥാനി യൂണിയൻ്റെ, അതായത് മേടിക്കുന്ന രീതി ഞാൻ മുമ്പോട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആ കമ്പനിയുടെ ഓണർ ആയിക്കൊണ്ട് ആ ഷെയർ മേടിച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക. ഞാൻ പറഞ്ഞു 3-4 കമ്പനി നമ്മുടെ ജോലി ചെയ്യുക. അപ്പോൾ അത് ടൈം എടുത്തുകൊണ്ട്, എങ്ങനെ ടൈം എടുത്തുകൊണ്ട് ഈ കറക്ഷനൊക്കെ നടക്കാറുണ്ട്. അപ്പുറം ട്രേഡിങ്ങിൻ്റെ ചാർട്ട് ഞാൻ കാണിച്ചു തന്നു. 5 ഇമ്പൾസ് 3 കറക്ഷൻ എടുത്തിട്ട് ആ കറക്ഷനൊക്കെ നടത്തുകൊണ്ട് ടൈം ബേസിൽ അത് ഇങ്ങനെ മുകളിലോട്ട് പോകും. അപ്പോൾ പ്രൈസ് 3 വർഷം കൂടുമ്പോൾ ഇരട്ടിയാവും. ഓക്കെ, ആ ഇരട്ടിയാകുന്ന സമയത്ത് അത് പ്രൈസുമായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഒരു ബന്ധവുമില്ല. ഞാൻ നിങ്ങളോട് ഇപ്പുറത്തൂടെ കമ്പൗണ്ടിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ പറഞ്ഞത്. ഇനിയിപ്പോൾ അതും ഇതുമായിട്ട് മിക്സ് ആക്കണ്ട. നിങ്ങളിപ്പം സ്ഥലം മേടിച്ചെന്തിനാണ് 5 സ്റ്റാർ ഹോട്ടൽ എടുത്തുകൊണ്ട് നിങ്ങളുടെ പേരിൽ അവിടെ എന്താണ് ആ ഹോട്ടൽ നിർമ്മിച്ചുകൊണ്ട് അത് ആ ഹോട്ടലിൽ നിന്ന് ഡെയിലി വരുമാനം വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മന്ത്ലി ഇയർലി എങ്ങനെ ആയിക്കോട്ടെ. അപ്പോൾ ഇവിടെ ഇതൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് ഇത് വളരുള്ളൂ. അതിനാണ് ആ പറഞ്ഞു വരുന്നത്. ആ ട്രേഡിങ്ങിൻ്റെ മോഡലുള്ള നമ്മൾ പറഞ്ഞു ഒരു ഇമ്പൾസ് കറക്ഷൻ 5 അങ്ങനത്തെ 5 ഒരു വർഷത്തിൽ, അതായത് ഒരു ലെഗിൻ്റെ അകത്ത് അങ്ങനത്തെ ഉണ്ടാവും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇത് സമയം എടുത്തുകൊണ്ട് പതിയെ വളരും. അപ്പോൾ വളരുമ്പോൾ 3 വർഷം കൂടുമ്പോൾ എന്താവും, ഡബിളാവും. ആ ഡബിളായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ എന്താവും, ഡിവിഡൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഡിവിഡൻഡ് വേണമെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും നമുക്ക് ജോലിയുണ്ട്, ഇപ്പോൾ അത്യാവശ്യമൊന്നും ഇല്ലെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്യാം. അപ്പം ഈ നിങ്ങൾ എത്ര ഷെയറിൻ്റെ എണ്ണം കൂട്ടുന്നു, ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട വിലയിലല്ല, അതിൻ്റെ വിലയിൽ അല്ല, ആ ഷെയറിൻ്റെ എണ്ണം SIP ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ കാരണം അത് അതുകൂടെ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ സ്റ്റോക്ക് ഇവിടെ നമ്മൾ എന്തായാലും ഉണ്ടായി ലംസം ചെയ്യുന്നത്. കാരണം ഈ മൂവ്മെൻറ്റ് നമുക്ക് ഷോർട്ട് ടൈം ഫ്രെയിമിൽ ഇവിടെ ഇപ്പം നമ്മൾ 1 ലക്ഷം രൂപ ഇട്ടിട്ട് ഇവിടെ 1,30,000 രൂപ പ്രോഫിറ്റ് എടുത്തുകൊണ്ട് ഇവിടെയാണ് നമ്മൾ ഇറങ്ങുക. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഇറങ്ങുക. അതേ സ്ഥാനത്ത് ഇവിടെ നമുക്ക് അങ്ങനെയാണ് ഒരിക്കലില്ല. കാരണം ഇവിടെ നമുക്ക് ഇവിടെ ഇപ്പോൾ 10 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇറക്കത്തിൽ ചിലപ്പോൾ അത് 5 ലക്ഷം ആകും. കാരണം എന്താ, ഒരു മൂവ്മെൻ്റ് എടുത്ത് ഈ സ്ട്രക്ചറിലാണ് പോയിക്കൊണ്ടിരിക്കുക. മനസ്സിലാവുമല്ലോ. ഇവിടെ ഇപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ 15 ലക്ഷം രൂപയായി അല്ലേ. അതേ സ്ഥാനത്ത് ഇവിടത്തേക്ക് ഒരു 10 ലക്ഷത്തിൻ്റെ പകുതി 5 ലക്ഷത്തിലേക്ക് വരും. അത് ടെക്നിക്കൽ എന്ന് പറഞ്ഞ സാധനം പഠിക്കണം. അതൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രശ്നം, ഈ ഇമോഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1ാമത്തെ അക്കൗണ്ട് എടുത്തു. ഓക്കെ, അത് വേറെ അക്കൗണ്ട്, അതിൽ നമ്മൾ നോക്കുകയില്ല. അതിൽ ബ്രോക്കർ ഏതോ ആയിക്കോട്ടെ, ഇപ്പോൾ സെറോദ ആയിക്കോട്ടെ, ഫയേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ SIP എന്ന് അടിച്ചു കൊടുക്കുക. ആ സ്റ്റോക്കിൻ്റെ പേര് IOC ആയിക്കോട്ടെ, TCS ആയിക്കോട്ടെ, HUL ആയിക്കോട്ടെ, ITC ആയിക്കോട്ടെ. അതിപ്പോൾ ഉദാഹരണത്തിന് IOC എടുത്തു കഴിഞ്ഞാൽ IOC 20 എണ്ണത്തിന് എത്ര അപ്രോക്സിമേറ്റ് നമുക്ക് 1500 വെച്ച്, അതായത് 150 വെച്ച് കൂട്ടിയാൽ തന്നെ 10 സ്റ്റോക്കിന് 1500 അല്ലേ, 3000 രൂപ. അപ്പോൾ 3000 രൂപ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ IOC 20 ക്വാണ്ടിറ്റി എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബ്രോക്കർ ബൈ ചെയ്തോളൂ. നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ HUL ആണെങ്കിൽ 2500 ഉണ്ടെങ്കിൽ 1 സ്റ്റോക്കാണോ 10 സ്റ്റോക്കാണോ അത് അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബൈ ചെയ്ത് പോകും.
അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ബൈ ചെയ്യുന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്? ഒന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ ഈ മാർക്കറ്റ് കയറി ഇറങ്ങിക്കൊണ്ടാണ്, ഇങ്ങനെ കയറി കഴിഞ്ഞാൽ 50% ഇറങ്ങിക്കൊണ്ടാണ് പോവുക. അപ്പോൾ നമ്മളിവിടെ 10 ലക്ഷം ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മോശങ്ങൾക്ക് ബാധകല്ലേ ചെയ്യട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എമൗണ്ട് ഞാൻ പറയുന്നത് ഏറ്റവും നല്ലത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെയാണ് പോകുന്നത്, ഈ സ്ട്രക്ചറിൽ കുത്തനെ കയറി ഇറങ്ങിയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ 3000 വെച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ആയതെന്ന് വെച്ചാൽ 3000, ഇവിടെ 3000, അടുത്ത മാസം 3000, അടുത്ത മാസം 3000, അടുത്ത മാസം 3000, അടുത്ത മാസം 3000, ഇങ്ങനെ ചെയ്യുന്നത് നല്ലത്. ഏറ്റവും നല്ലത് ഇങ്ങനെയാണ് പ്രൊഫഷണൽ മോഡിലുള്ള ആളുകൾ ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റിൽ. ഓക്കെ, അങ്ങനെ അത് കമ്പൗണ്ട് ഇൻട്രസ്റ്റിലൂടെ വളർന്നുകൊണ്ട് ബോണസ് ഷെയറിലൂടെ, അതാണ് ഏറ്റവും വലിയ മാജിക് എന്ന് പറയുന്നത്. ഇവിടെ പ്രൈസ് കമ്പൗണ്ട് ആവും. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പ്ലിറ്റ് ആകുമ്പോഴാണ് പകുതി ആകുന്നത്. ഇപ്പം നിങ്ങൾ കാണാം റെഡ്ഡീസ് ലാബ്, റിലയൻസ്, ഇതൊക്കെ എന്തായി സ്പ്ലിറ്റായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 1:5 എന്തോ ആയിക്കോട്ടെ, അത് നമ്മുടെ എണ്ണം കൂടി അവിടെ മനസ്സിലായി. അപ്പോൾ പ്രൈസ് കുറയും. പ്രൈസ് കുറഞ്ഞാൽ അത് വീണ്ടും ഇപ്പോൾ ഡിക്സൺ ടെക്നോളജി, ബജാജ് ഫിനാൻസ് ഒക്കെ എന്തായിരുന്നു 15,000 രൂപയിലാണ്. അപ്പോൾ 3500 നമ്മൾ കോൾസ് ചെയ്യുന്ന സമയത്ത് അത് സ്പ്ലിറ്റ് ആയതാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റായി നമ്മുടെ സ്റ്റോക്കിൻ്റെ ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട പ്രൈസിലല്ല സുഹൃത്തെ. ഇവിടെ നോക്കേണ്ടത് എന്താ വെച്ചാൽ സ്റ്റോക്കിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. മനസ്സിലാവും? നമ്പർ ഓഫ് സ്റ്റോക്കാണ് ഇവിടെ നോക്കേണ്ടത്. മനസ്സിലായല്ലോ? ഇവിടെ നമ്പർ ഓഫ് സ്റ്റോക്ക് കൂട്ടുക എന്നുള്ള. ഇവിടെ ഒരിക്കലും പ്രൈസ് നോക്കരുത്. നേരത്തെ സുഹൃത്ത് പറഞ്ഞതിലോട്ട് അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പ്രൈസ് ഒരിക്കലും നോക്കരുത്. ഇവിടെ നിങ്ങൾ നമ്പർ ഓഫ് സ്റ്റോക്ക് ഇപ്പം 100 ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും 200. അപ്പോൾ നമ്മുടെ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SIP ആയിട്ട് തന്നെ ചെയ്താൽ മതി. കാരണം ലംസമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇമോഷൻ. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലംസമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരൻ്റെ കഥ പറയും. 25,000, 1 ലക്ഷം, 50,000 എത്ര ആയിക്കോട്ടെ. അതിൽ നമ്മൾ ആദ്യം എന്ന് പറയുന്നത് ഒന്നാമത് അക്കൗണ്ട് എടുക്കുന്നു. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 പ്രീമിയം സ്റ്റോക്കുകൾ പബ്ലിക് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള. ഇപ്പോൾ IOC എന്ന് പറഞ്ഞാൽ IOCൻ്റെ പെട്രോൾ പമ്പ് നമുക്കറിയാം. IOCൻ്റെ ഗ്യാസാണ് ഏറ്റവും കൂടുതൽ ലൈനിൽ നിന്ന് അടികൂടി മേടിക്കുന്നത്. എന്നിട്ട് IOC കമ്പനി ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അയ്യോ അത് റിസ്ക് അല്ലേ. ഏത് ജനങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങി ഉപയോഗിക്കുന്ന സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ അത് റിസ്ക് അല്ലേ. അപ്പോൾ ഇതാണ് മ്യൂച്വൽ ഫണ്ട് റിസ്ക് അല്ല, അവിടെ എഴുതി ഒപ്പിടിക്കുന്നുണ്ട്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IPO അത് റിസ്ക് അല്ല. മൂന്നാമത്തേത് നിങ്ങൾക്ക് ഓൾറെഡി ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു ടെൻഷനും ഇല്ലാത്ത ചാർട്ട് നോക്കണ്ട, ടെക്നിക്കൽ നോക്കണ്ട, ഒരു ടെൻഷനും ഇല്ല, അത് മേടിച്ചാടെ വെക്കുക, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. 2-3 വർഷം കഴിയുമ്പോൾ നല്ല ഡിവിഡൻഡ് വന്നു കൊടുക്കും. അതാണ് റിസ്ക്. അപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തലതിരിഞ്ഞ വഴിയിലാവും. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമുക്ക് മാർക്കറ്റിനുള്ളൊരു ഇഷ്ടമുണ്ട്. നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളോട് ചോദിക്കുകയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് നോട്ട് എഴുതി പഠിക്കാൻ പറയുന്നത്. ഒരാളും മിസ് ചെയ്യാതെ നോട്ട് എഴുതി പഠിക്കാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഏത് ട്രേഡിങ് ഇത് നിർബന്ധമായി ചെയ്യേണ്ടതാണ്. ഇതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ പൈസക്കാർ 80% പൈസക്കാരുടെയും കോടാനകോടി രൂപ അവർക്ക് 3 മാസം കൂടുമ്പോൾ 1 വർഷം കൂടുമ്പോൾ വരുന്ന ഇതിലാണ്. ഇത് ഒരു 3 വർഷം നിങ്ങൾ പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സഹോദര, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പഠിക്കുകൊണ്ടാണെന്നല്ല ഞാൻ പറഞ്ഞാൽ, ചില ആരോഗ്യമുള്ള ആൾക്ക് പണിക്ക് പോവുക, നമ്മൾ പൈസ മറിയും. ഒക്കെ ഇത് ഫിക്സഡ് ഇൻകമാണ്. ഇത് നമുക്ക് ടേസ്റ്റ് വരാത്ത എന്തുകൊണ്ട് നമ്മൾ കാണാൻ 1 രൂപയാണ് അല്ലെങ്കിൽ 3 രൂപയാണ്. IOC കൊടുക്കുന്നത് 5 രൂപയാണ് അല്ലേ. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്ക്. 1 ലക്ഷം ഷെയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും അല്ലേ. അപ്പം കമ്പനിക്ക് ബിസിനസ് ഉള്ള അനുസരിച്ചിട്ട് 8 ലക്ഷം, 10 ലക്ഷം, 15 ലക്ഷം, 20 ലക്ഷം രൂപ വരും 1 ലക്ഷം ഷെയർ കയ്യിലുണ്ടെങ്കിൽ. അത് എങ്ങനെയാണ് മാജിക്കിലൂടെ, അതായത് ബോണസ് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ അത് 4 ലക്ഷം ആവും. മനസ്സിലാവും? 1 ലക്ഷം ഷെയറുള്ള അത് ബോണസ് ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബോണസ് ഷെയർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ 4 ലക്ഷം ആവും. അതുപോലെ തന്നെ അതൊരു കോടിയാണെങ്കിലോ, 1 കോടിയാണെങ്കിൽ 5 കോടി 15 കോടി രൂപ നിങ്ങൾക്ക് ഡിവിഡൻഡ് വരും. അങ്ങനെ ഇമാജിൻ ചെയ്യും. അത് എഴുതി വെച്ച് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ഈ ട്രേഡിങ്ങിൽ ചക്രശ്വാസം വലിക്കണ്ട. നിങ്ങളിപ്പോൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സമ്പന്നന്മാർ റിലാക്സായി ചില്ലായിക്കൊണ്ട് അവരവരുടെ ജോലി ചെയ്തുകൊണ്ട് മൈൻഡ് ഫ്രീ ആയിക്കൊണ്ട് ഇവിടെ മാർക്കറ്റ് നിങ്ങൾ എത്ര ടൈം കൊടുക്കുന്നു അത്രയും നിങ്ങൾക്ക് ട്രേഡിങ്ങിലായിക്കോട്ടെ, അത് നമ്മൾ മുമ്പോട്ട് പറയുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. അതിന് നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഈ ഞാൻ പറഞ്ഞു ആ ഒരു പണിയിലൊക്കെ വരച്ചുകൊണ്ടും ഫണ്ടമെൻ്റലിൻ്റെ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ ആളുകൾ അങ്ങ് കൺഫ്യൂഷൻ. പുതിയ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഈ തിരിയുന്നില്ല, ഇത് എന്താ പഠിച്ചോൻ്റെ റബ്ബേ ഞാൻ എന്ത് ഈ കാണുന്നത്, എക്സ്പാൻഷൻ, എക്സ്പാൻഷൻ, ഓവർബോട്ട്, ഓവർസോട്ട്, 52 വീക്ക് ലോ, ഹൈ ഹോ എന്ന് പറഞ്ഞിട്ട് കുലുമാലാണ് അവിടെ. വെറുതെ ഇങ്ങനെ പോസ്റ്റ്. അപ്പോൾ നല്ല പോസ്റ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ബാൻ ചെയ്തു. മനസ്സിലാകുന്നുണ്ടോ? ഈ ചാറച്ചപ്പറ വെറുതെ ഇന്ന് പോകുമോ, വരച്ചു ഇത് സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അതെന്തോ ആയിക്കോട്ടെ, അത് അവരെ കുറ്റം പറയല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇത് പഠിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നല്ല നല്ല ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ സിമ്പിൾ ആൻഡ് ഷോർട്ടായിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റെയർ ആയിരിക്കും. അത് അവരെ കുറ്റം പറഞ്ഞാൽ അവർക്ക് അറിയായിട്ടായിരിക്കും. ഞാൻ പറഞ്ഞു വെച്ചാൽ മാക്സിമം സിമ്പിളായിട്ട് പഠിക്കുക. ഞാൻ അങ്ങനെ ചെയ്തു. കാരണം മാർക്കറ്റ് ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെ ഞങ്ങളുടെ കാര്യങ്ങൾ, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സുപ്രീം ബിസിനസ്സാണെന്നും ഇതിൽ ലോകത്തിൽ ഇനിയൊരു ജോലിയോ ബിസിനസ്സോ ചെയ്യാത്ത ആളുകളില്ല അല്ലേ. നമ്മളും അങ്ങനെയൊക്കെ തന്നെ.
ഏറ്റവും കൂടുതൽ പൈസ ഇതിൽ കിട്ടും. പക്ഷെ അത് ഒരുപാട് കഠിനാധ്വാനമുണ്ട് സുഹൃത്തെ. ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമില്ല. സ്പെഷ്യലി ട്രേഡിംഗ് ആണ്. ലെഫ്റ്റ് സൈഡിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കഠിനാധ്വാനമില്ല. അത് കോമൺ സെൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, SIP ഒന്നാമത്തെ ഗോൾഡൻ അക്കൗണ്ട് എന്നതിന് പറയപ്പെടുക. അതിലൂടെയാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കുന്നത്. അവിടെ നിങ്ങൾ ഈ അനാവശ്യമായ ഫണ്ടമെൻ്റലും കാര്യങ്ങളും നോക്കി തലച്ചോറ് വെള്ളാക്കേണ്ട ഒരു കാര്യമില്ല സഹോദരൻ. ഇതൊക്കെ കോമൺ സെൻസാണ്. ITC എന്ന് പറയുന്ന കമ്പനി എത്ര വർഷമായി മാർക്കറ്റിൽ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അത് ITC പ്രൈവറ്റ്, TCS, HUL ഇതൊക്കെ എത്ര വർഷമായി സഹോദരൻ. അതിൻ്റെയൊക്കെ ബിസിനസ് എന്താണ്, അതിൻ്റെ ടേൺ ഓവർ എത്രയാണ്, എത്ര സ്മാർട്ട് മണീൻ്റെ ഹോൾഡിങ്സ് ഉണ്ട്, അതിൽ എത്ര പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിങ്സ് ഉണ്ട്, അവർ കൊടുക്കുന്നുണ്ട്. 70% ഡാറ്റ TCSൻ്റെ കയ്യിലുണ്ട്. ആക്ച്വലി 50-60% സ്വാഭാവികമായിട്ട് കൂടും. അപ്പോൾ ഇത്രയും നല്ല കമ്പനികളിൽ നമ്മൾ എന്തിനായി മാറടിച്ച കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യം? നിങ്ങൾ PA 52 വീക്ക് ലോ, 52 വീക്ക് ഹൈ, അത് ഇത് നോക്കണ്ടെന്ന് പറയാൻ കാരണം എന്താ? നിങ്ങൾക്ക് അതിൻ്റെ ഹയർ ഡിഗ്രി അറിയാത്തതുകൊണ്ടാണ്. ടെക്നിക്കലിൻ്റെ ഹയർ ഡിഗ്രി, ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ്, പ്രൈസിൻ്റെ കമ്പനിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ ഡിഗ്രി അറിയാത്തതുകൊണ്ടാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് 100,000 തവണ ചലഞ്ച് ചെയ്യുന്നു, ഈ സ്ട്രക്ചറിലല്ലാതെ മാർക്കറ്റ് എങ്ങോട്ടും പോകില്ല. 50% കറക്റ്റ് ചെയ്തുകൊണ്ടാണ് പോവുക. അപ്പോൾ ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിഫ്റ്റി കൊറോണയിൽ എത്രയായിരുന്നു? 15,000 ആ റേഞ്ച്, നേരെ പകുതി 7,500 വന്നു, തിരിച്ച് കയറിപ്പോയി അല്ലേ. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു നിഫ്റ്റി 32,000 പോകും. അത് നേരെ പകുതി വരും. എവിടെയാണ്? 32,000, 16,000 വരും, വന്നിട്ട് തിരിച്ച് കയറിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് TCS നോക്കി നോക്കുക, അല്ലെങ്കിൽ 1,500 1000 രൂപയുള്ള HDFC 500 രൂപ വന്നു കൊറോണ സമയത്തല്ലേ. അപ്പോൾ അങ്ങനെ എന്തിനും ഓരോ കണക്കും കാൽക്കുലേഷനൊക്കെ ഉണ്ട്. അതിന് നമ്മൾ എഡ്യൂക്കേഷൻ വേണമെന്ന് പറയുന്നത്. ഇവിടെ സ്കില്ല് ആദ്യം ഉണ്ടാക്കണം. സ്കില്ല് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഉണ്ടാക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം, മുമ്പോട്ട് പോകണം. ആ ട്രേഡിങ്ങിന് അത് അങ്ങോട്ട് കട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് ഒരു റിസ്കൂല സഹോദരം. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ജനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ 20-30 വർഷമായിട്ടുള്ള ലാർജ് ക്യാപ് പ്രീമിയം സേഫസ്റ്റ് കമ്പനികളാണ്, മോട്ട് കമ്പനികളാണ്, മൊണോപ്പൊളി ബിസിനസ്സാണ്. ഓക്കെ, അതിൽ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതെങ്ങനെ ചെയ്യണം? അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കുള്ള ഇമോഷൻ ആട്ടോ. എനിക്കുള്ള ഇമോഷനാണ്. ഞാൻ ഒരാളെ ഇതാക്കിയില്ല. പഠിക്കാനും എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കുറേ 10-15 ലക്ഷം രൂപ കളഞ്ഞു. അതിന് ശേഷം നമുക്ക് ബോധോദയം വന്ന് നമ്മൾ പഠിച്ചു, കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരുന്ന ആളുകളും ഈ അപ്പുറം ഇപ്പുറം കാലിൽ തോന്നിയിട്ടാണെന്ന് വേണോ വേണ്ടേ, അല്ലെങ്കിൽ കുറേ ഗ്രൂപ്പിൽ നമുക്ക് പഠിച്ചാൽ അതൊന്നും നടക്കാത്ത കാര്യം. അങ്ങോട്ട് ഒരു ഡിസിഷനിൽ എവിടെയാണെന്ന് വെച്ചാൽ പഠിക്കുക, എവിടെ നിന്ന് വെച്ചാൽ പഠിക്കുക, പഠിച്ചിട്ട് ആ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാം. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? SIP ചെയ്യാനുള്ള കാരണം നമ്മൾ പറഞ്ഞു എന്താണ്? ഇങ്ങനെ നമുക്ക് 3,000 രൂപ ഇട്ടു, 3,000 രൂപ ഇട്ടു, 3,000 രൂപ ഇട്ടു. അപ്പോൾ ഇവിടെ 10 ലക്ഷം ഇടരുത്. ഓക്കെ, അല്ലെങ്കിൽ 1 ലക്ഷം ഇടരുത്. എന്തുകൊണ്ടാണ്? അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇൻ കേസ് ട്രേഡ് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം? ടെക്നിക്കൽ പഠിച്ചുകൊണ്ട് സ്വിങ്ങിൽ ബൈ ചെയ്യാം. ഇവിടെ നമ്മൾ ബൈ ചെയ്യുന്നു, ഇവിടെ സെല് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ 1 ലക്ഷം രൂപക്ക് ബൈ ചെയ്തു, 1,30,000 രൂപ കിട്ടി. 30,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 30,000 നിന്ന് നിങ്ങൾക്ക് 5,000 രൂപ ഇവിടെ തട്ടാം. ഇതൊന്നും ട്രേഡിങ് വളരെ സിമ്പിളല്ല, വളരെ ഡിഫിക്കൽട്ടാണ്. എങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ആദ്യം ചെയ്യാം? ഇതൊക്കെ പഠിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആദ്യം നിങ്ങൾ അക്കൗണ്ട് എടുത്തുകൊണ്ട് പ്രീമിയം 4 സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ നമ്മൾ പറഞ്ഞു TCS, HUL, റെഡ്ഡീസ് ലാബ്, അതുപോലെ തന്നെ ഇഷ്ടമുള്ള സ്റ്റോക്കുകൾ, ഫിനാൻസോ HDFC MCO, അതിപ്പോൾ ഫിനാൻസും ബാങ്കും പറ്റാത്ത ആളുകൾ, ശരിയുള്ള പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഓട്ടോ സെക്ടറിൽ പോകാം, മറ്റുള്ള സെക്ടറിൽ പോകാം. ഇപ്പോൾ സെക്ടർ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് 4 സ്റ്റോക്ക് എടുക്കാവുള്ളൂ, മാക്സിമം ഷെയർ കൂട്ടുക എന്നുള്ളത്. അതുകൊണ്ട് ഈ 1,500 സ്റ്റോക്കുകൾ ബൈ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സുഹൃത്തുക്കൾ, അതും ഇൻവെസ്റ്റ്മെൻറ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കൾ അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല സഹോദരൻ. നല്ല പ്രീമിയം 4 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഡിഫറെൻറ്റ് സെക്ടറിലായിരിക്കണം. ഒന്നാമത്തെ എന്താണ്? FMCG, രണ്ടാമത്തെ ഫാർമ, മൂന്നാമത്തെ എന്താണ്? IT, നാലാമത്തേത് നിങ്ങൾക്ക് ഫിനാൻസ് പറ്റാത്ത ആളുകൾക്ക് ഓട്ടോ എന്നോ ഏതെങ്കിലും. പക്ഷേ ഈ റോഡ് വർക്ക്, സ്റ്റീൽ ഇതൊന്നും എടുക്കരുത്. കാരണം ഹൈലി ഡിമാൻഡ് സെക്ടറാണ് പറയുന്നത്. ഹൈ ഡിമാൻഡ് സെക്ടർ എന്ന് പറഞ്ഞാൽ FMCG ഇല്ലാതെ ലോകത്തൊന്നും നടക്കുകയില്ല അല്ലേ. ഫാർമ നിർബന്ധമായിട്ട് വേണ്ടിയതാണ്. അത് ഹൈ ഡിമാൻഡ് സെക്ടറുകളാണ്. ഒരിക്കലും താഴോട്ട് സ്റ്റീൽ വർക്ക്, റോഡ് വർക്ക്, കൺസ്ട്രക്ഷൻ അതൊക്കെ ലോ ഡിമാൻഡ്, വേണം വേണ്ടാന്നല്ല, ലോ ഡിമാൻഡാണ്. മനസ്സിലാണല്ലോ. അപ്പോൾ ഇങ്ങനെ കണ്ട 4 കമ്പനികൾ സെലക്ട് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇപ്പം നിങ്ങളുടെ 25,000 രൂപ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ അക്കൗണ്ട് എടുത്തിട്ട് ഗവൺമെൻറ്, അതായത് ഞാൻ പറഞ്ഞു TCS എന്ന് പറയുന്നത് എന്താണ്? റിച്ചസ്റ്റ് സ്റ്റോക്കാണ് അല്ലേ. കുറച്ച് പ്രൈസ് കൂടുതൽ, 5,000 രൂപ. പൈസയിൽ ഒരിക്കലും നോക്കരുത്, വാല്യൂസിലാണ് നോക്കേണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ മണി മോശനെ പെട്ടാൽ നമ്മൾ അപ്പുറത്തെ പറയുന്നുണ്ട്. 10 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടോ, 50 രൂപയുടെ സ്റ്റോക്ക് ഉണ്ടോ, അത് കയറി എത്ര സഹോദര? 0.5%. എന്ത് യുക്തിയാണ് അതിൽ? നമ്മൾ ഈ ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്ന് പഠിക്കും. ഞാനടക്കം ചെയ്ത കാര്യമാണ്. എന്നിട്ട് ഒരു ലോകത്തുള്ള സമയം മൊത്തം കളയും. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതത്തിൽ തിരിച്ചു കിട്ടിയതാണ് അല്ലേ. ഇന്നലെ കഴിഞ്ഞാൽ എനിക്കിനി അത് വരും? ഒരിക്കലുമില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. പൈസയോ എനിക്ക് ഇന്നലെ 5 ലക്ഷം ലോസ് ആണെങ്കിൽ ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ 10 ലക്ഷം പ്രോഫിറ്റ് ഡബിളായിട്ട് നമുക്ക് വരും.
അപ്പോൾ സമയം തിരിച്ചു കിട്ടില്ല, പൈസ എപ്പോഴും വേണമെങ്കിലും സ്കില്ലുണ്ടെങ്കിൽ തിരിച്ചുണ്ടാക്കാം, പ്രാക്ടീസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ 10-100 ഗ്രൂപ്പ് കയറി കുറേ സമയം എടുത്ത് അപ്പുറം അത് വേണോ വേണ്ടേ, പഠിച്ചേണ്ട സഹോദര, എവിടെ നിന്നായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു 2 തരം ആളുകളുണ്ട്. ഒന്ന് ടൈം പാസ് ചെയ്യുന്ന ആളുകളുണ്ട്, ഒന്ന് സീരിയസ് ആയിട്ടുള്ള ആളുകളുണ്ട്. സീരിയസ് ആയിട്ടുള്ള ആളുകൾ പഠിച്ചുകൊണ്ട് ഒരൊറ്റ ഫോക്കസിൽ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ സിനിമാ കഥയും അതും ഇതും പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഇതെപ്പോഴും പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ വിഷമമുള്ള സംഗതിയാണ്. നിങ്ങളിപ്പോൾ ഏത് മനുഷ്യനെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ ബാക്കിൽ 100,000 ഹിസ്റ്ററികളുണ്ടാവും. മാക്സിമം ചാർട്ടുകളിൽ ഫോക്കസ് ചെയ്യണം. ഓക്കെ, ട്രേഡർ ആണെങ്കിൽ, ഇൻവെസ്റ്റർ ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റിലാക്സ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. പറഞ്ഞ ചെറിയ കാര്യങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ എവിടെ നിന്നായിരുന്നു നിർത്തി? ഓക്കെ, അപ്പോൾ SIP ചെയ്യണം. അപ്പോൾ SIP ചെയ്യുന്നപ്പോൾ നിങ്ങൾ 25,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം 4 സ്റ്റോക്കുകളിൽ ഗ്രേഡാണ് പറഞ്ഞത്. അപ്പോൾ TCS, റെഡ്ഡീസ് ലാബ്, HUL വലിയ പൈസ ഉണ്ട്. അപ്പോൾ മൂല്യം നോക്കണം കേട്ടോ. പൈസ ഉള്ള ആളുകൾ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇനി മീഡിയം റേഞ്ചിൽ വേണമെങ്കിൽ ITC, വിപ്രോ, അതുപോലെ റെക്ട്, അതുപോലെ SBI ഇതുപോലുള്ള സ്റ്റോക്കുകൾ, ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനികളും കൂടെ സെലക്ട് ചെയ്യണം. കാരണം നമ്മൾ ഇത് ഇവിടെ മെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ കമ്പനി ചെയ്യുന്ന ബിസിനസ്സിൽ കറക്റ്റ് ഓഹരി, അതായത് ഉടമസ്ഥർക്ക് ലാഭം കൊടുക്കുന്ന നല്ല കമ്പനികളുണ്ട്. ഇപ്പം KMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു സോളിഡ് കമ്പനി ഉണ്ട്. സ്മോൾ ക്യാപ്പാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ പറയല്ല. ഞാൻ ഇതുവരെ നോക്കിയപ്പോൾ അതിൻ്റെ ഹിസ്റ്ററിയിൽ ഇതുവരെ 1 രൂപ ഡിവിഡൻഡ് കൊടുത്തിട്ടില്ല. അങ്ങനത്തെ കമ്പനി കൊണ്ട് നമുക്ക് ഒരു കാര്യമില്ല. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് വെച്ചാൽ, നമുക്ക് ലാഭം കിട്ടാത്ത കമ്പനി നമ്മൾ എന്തിനും ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യം? സഹോദരൻ, നമ്മളിവിടെ വന്നിരിക്കുന്നതിന് ലാഭത്തിന്. അപ്പോൾ TCS നിങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ അതിൻ്റെ മന്ത്ലി ചാർട്ടിൽ ഡിവിഡൻഡ് കൊണ്ട് കളിയും ചെയ്യുക, ബോണസ് കൊണ്ട് കളിയും ചെയ്യുക. അപ്പോൾ അതിന് 5,000 ഉറുപ്പിക ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല സഹോദര. ഒരു സ്റ്റോക്ക് മേടിച്ചാൽ മതി. 5,000 രൂപക്ക് ഒരു സ്റ്റോക്ക് മേടിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഈ മാസം ഓരോ സ്റ്റോക്ക് മേടിച്ച് നിങ്ങളറിയാതെ നിങ്ങൾ ഓടിച്ചിരുന്ന ഒരു സംശയമില്ല. അതാണ് ഏറ്റവും സേഫസ്റ്റ്, ടെൻഷൻ ഫ്രീ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ആ ബഡ്ജറ്റ് ചെയ്യാം. ഏത് ITC, SBI, അതുപോലെ തന്നെ വിപ്രോ ഇതുപോലുള്ള ബഡ്ജറ്റ് ചെയ്യാം. അതിന് താഴെ ഞാൻ ചെയ്യുന്ന ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള, എന്നാൽ ഏറ്റവും കൂടുതൽ ബോണസ് കിട്ടുന്ന, കമ്പൗണ്ട് കിട്ടുന്ന, ഏറ്റവും കൂടുതൽ, അതായത് ഇതിൻ്റെ വിലയിൽ നോക്കരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്റ്റോക്കിനും ഓരോ ചാർട്ടിനും ഓരോ ജീനാണ്. അതൊക്കെ നമ്മൾ മാസ്റ്റേഴ്സ് പഠിക്കുന്ന, അതിൻ്റെ ഒരു DNA ഉണ്ട്. അതൊക്കെ നമ്മൾ മാസ്റ്റേഴ്സ് പഠിക്കുന്നതാണ്. എങ്കിൽ കൂടെ ഞങ്ങൾ പറഞ്ഞാൽ അതൊക്കെ നമുക്കറിയാം. അതായത് നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് ഗവൺമെൻറ് സ്റ്റോക്കുകളിൽ ആരും അങ്ങനെ ഇതാക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ട്രേഡും ചെയ്യുന്നുണ്ട്, പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മൂവ്മെൻറ്റാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും കൂടുതൽ. പക്ഷെ അവിടെ പൈസ നോക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇത് ഓണർഷിപ്പ് അല്ലേ. IOC 150 രൂപയുള്ളൂ അല്ലേ? നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് ഒരു മാസം 3,000 രൂപക്ക് അത് മേടിക്കുക. ഗെയിൽ, അതിൻ്റെയൊക്കെ മുമ്പോട്ട് ഞാൻ കാണിച്ചു ചെയ്തിട്ടുണ്ട്. ഗെയിൽ, പിന്നെ അതുപോലെ തന്നെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ, കണ്ടെയ്നർ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ സിങ്ക്, ഒത്തിരി ONGC, ഡിഫറെൻറ്റ് സെക്ടറിൽ പെട്ടെടുക്കാം കേട്ടോ. ഒരു സെക്ടറിൽ നിന്ന് ഒരു സ്റ്റോക്ക് എടുത്താൽ മതി. ഇപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ആണെങ്കിൽ ഒന്നെടുക്കുക, മറ്റുള്ള സെക്ടറിൽ നിന്ന് ഒന്നെടുക്കുക. ഓക്കെ, അതിപ്പം ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ടും ചെയ്യാം. ഏത് ഇപ്പം നമുക്ക് IOC ചെയ്തു, ITC ചെയ്തു, വിപ്രോ ചെയ്തു, അങ്ങനെ മിക്സഡ് ആയിട്ടും ചെയ്യാം. 4 സ്റ്റോക്ക് മതി പോകുന്ന സഹോദരൻ. അതെന്തുകൊണ്ടാണ്? കുറേ നമ്മളെ സുഹൃത്തുക്കൾ 1,00,000 രൂപക്ക് 100-150 സ്റ്റോക്ക് മേടിക്കും, ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞിരിക്കും. അതല്ല, നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ടെക്നിക്കലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഷെയറിൻ്റെ എണ്ണമാണ്. ഇത് മറന്നു പോകരുത്, മനസ്സിലാവുന്നു? നമ്പർ ഓഫ് ഷെയർ ആണ്. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ഷെയർ കൂട്ടുക എന്നുള്ളതാണ് നിങ്ങളിവിടെ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം. നമ്പർ ഓഫ് ഷെയർ കൂട്ടുക. ഓക്കെ, മാക്സിമം. ഓക്കെ, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും കൂടുതൽ ടെക്നിക്കലിൽ ഫോക്കസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഇത് രണ്ടിലും പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഇതെന്താണ്? ഡിവിഡൻഡ് ഇൻകമാണ്. അപ്പോഴുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട. ഇവിടെ നേരെ വരിക. ഏത് കമ്പനി ആയിക്കഴിഞ്ഞാലും ഹോൾഡിങ്സ് നോക്കണം. അതൊക്കെ അങ്ങനെ ആയിരിക്കും, അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ പറഞ്ഞ ടേംസ് ആണെങ്കിൽ ചാർട്ട് കുത്തന മുകളിലോട്ട് പോകുന്നതാണ് എൻ്റെ പൊന്നു സഹോദരൻ. അതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ട്. ഏറ്റവും കൂടുതൽ സമ്പന്നർ വിളയാടുന്ന സ്ഥലം എവിടെയാണ്? അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സ്മാർട്ട് മണി വിളയാടുന്ന സ്ഥലമാണ് ലാർജ് ക്യാപ് പ്രീമിയം സ്റ്റോക്കുകൾ. മനസ്സിലാവുന്നുണ്ടല്ലോ? അത് FNOയിലും ഉണ്ടാവും, അവർ ഫ്യൂച്ചറിൽ ഓപ്ഷനിലും ഉണ്ടാവും, സ്റ്റോക്സിലും ഉണ്ടാവും. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. അതാണ് പ്രീമിയം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഉന്നത നിലവാരമുള്ള എഡ്യൂക്കേഷനാണ്. അതിന് ഒരുപാട് പൈസ കൊടുക്കണം പഠിക്കണമെങ്കിൽ. രണ്ടാമത്തെ ഉന്നത നിലവാരമുള്ള സ്റ്റോക്സാണ്. അത് വാങ്ങണമെങ്കിൽ ഒത്തിരി പൈസ കൊടുക്കണം. ക്ലിയർ ആയല്ലോ? രണ്ടിനും മൂല്യമുണ്ട്. മൂല്യമുണ്ടെങ്കിലോ വാല്യൂസ് ഉണ്ട്. വാല്യൂസ് എന്ന് പറഞ്ഞാൽ മൂല്യമാണ്. അപ്പോൾ മൂല്യമുണ്ടെങ്കിൽ പൈസ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ TCS എന്ന് പറയുന്നൊരു കമ്പനി ഇന്ത്യയിലെ ഏറ്റവും വലിയ IT കമ്പനിയാണ്. അത് നമുക്ക് 20 രൂപ കിട്ടും, ഒരിക്കലും കിട്ടില്ല. അതാണ്. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാലുള്ള സേഫ്റ്റി വേറെ കിട്ടില്ല. അപ്പം വാല്യൂസ് ഉണ്ടെങ്കിൽ പൈസ ഉണ്ടാവും. ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണ്? ഇത് നമ്മൾ പറഞ്ഞു വരുന്നത് ഹിസ്റ്റോറിയാണ്. അപ്പോൾ നമ്മളെ നോക്കേണ്ടത് നമ്മുടെ ഇവിടെ നിങ്ങൾ പറയുന്നുണ്ട് പിന്നെ ഇത് നിങ്ങൾക്ക് വളരെ ഞാൻ ഇത്രയും ക്ലാരിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് തോന്നണ്ട. നമ്മളിവിടെ ഓർത്ത് വെക്കേണ്ട കാര്യം എന്താ അറിയുമോ? ഇവിടെ പ്രോഫിറ്റ് ഇൻകമാണ്. ഇതെന്താണ്? ഇത് ഡിവിഡൻഡ് ഇൻകം. ഇതിന് മാത്രം ചെയ്യുന്നതാണ്. ലോകത്തൊരു
ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ബിസിനസ്സിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഡിവിഡൻഡ് നിങ്ങൾക്ക് ഇതിൽ കിട്ടും സ്റ്റോക്സിൽ. അത്രയും നിങ്ങൾ എണ്ണം കൂട്ടണം എന്നുള്ളതാണ്, മനസ്സിലാണല്ലോ. അപ്പോൾ എണ്ണം കൂട്ടുന്നുള്ള ഉദാഹരണം കൂടി ഞാൻ ഇപ്പോൾ ഈ പോയിന്റിൽ തന്നെ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ നോക്കുന്നത് എന്താണ്, ഈ കമ്പനിയുടെ ഡിവിഡൻഡ് ഹിസ്റ്റോറിയാണ്, മനസ്സിലാണല്ലോ. അപ്പോൾ ഡിവിഡൻഡ് ഹിസ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാം 2018 3 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. 19 രൂപ കൊടുത്തിട്ടുണ്ട്, 2 രൂപ കൊടുത്തിട്ടുണ്ട്, 9 രൂപ കൊടുത്തിട്ടുണ്ട് അല്ലേ. 19, 2, 21 ഇത് 7 കൂട്ടാം, 21, 7, 28 അല്ലേ. 28 2018 രൂപ 3 പ്രാവശ്യം 2018 കൊടുത്തിട്ടുണ്ട്. 28 രൂപ. ഒരു ഇൻ കേസ് ഒന്ന് ഇമാജിൻ ചെയ്യും, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞാൻ അങ്ങനെ ഇമാജിൻ ചെയ്താലാണ് നമുക്ക് അങ്ങനെ എത്തിപ്പെടുള്ളൂ. അത് ബോധമനസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ പുറത്തൊക്കെ വായിച്ചിട്ടുണ്ടാവും. 1,00,000 ഷെയർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷം കിട്ടുന്നത് 28 ലക്ഷം രൂപയാണ് സഹോദരങ്ങളെ. 28 ലക്ഷം രൂപ അല്ലേ. ഈ 1 ലക്ഷം രൂപ അയ്യോ ഇതിന് വില കൂടി ഇതങ്ങ് വിറ്റാളട്ടെ, പിന്നെ 28 ലക്ഷം കിട്ടുമോ? ഇല്ല, അത് കയറി പിന്നെയും വീണ്ടും ഇറങ്ങും അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഇതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ എവിടെയെങ്കിലും സ്ക്രീൻഷോട്ട് ആയിട്ട് വെക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലാണ്ട് ഇത് വിൽക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. ഇത് എത്ര എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല. ദയവായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് കാര്യം. ഇതിനാണ് നമ്മൾ ഈ സാലറി പോലെ, സാലറിയേക്കാൾ ട്രേഡിങ്ങിനേക്കാൾ ഏറ്റവും കൂടുതൽ സ്ഥിര വരുമാനം കിട്ടുന്നത് കമ്പനി എന്തായാലും ബിസിനസ് ചെയ്യും അല്ലേ. നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് അവിടെയുള്ള പ്രൊഫഷണലായിട്ട് പഠിച്ച കോർപ്പറേറ്റുകളാണ് അവിടെ ബിസിനസ് ചെയ്യുന്നത്. അവർക്ക് എല്ലാ മോഡലും ബിസിനസ് ചെയ്യാൻ അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. അവർ 20 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. മറ്റു കമ്പനികളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ നമുക്കിത് തന്നിരിക്കും, അവർ ചെയ്ത് തന്നിരിക്കും. നമ്മൾ കിടന്ന് ഉറങ്ങിയാൽ മതി, അവർക്ക് പൈസ കൊടുക്കുക, അവരെ ഷെയറുകൾ മേടിച്ച് കൂട്ടുക, എണ്ണം കൂട്ടുക. ഇതാണ് മെയിൻ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ 1 ലക്ഷം രൂപ കൊണ്ട് 27 ലക്ഷം രൂപ വരും. അത് ബിസിനസ്സിന് കൂടുന്നതനുസരിച്ച് കൂടുതൽ കിട്ടും, ബിസിനസ് കുറയുന്നതനുസരിച്ച് കുറച്ച് കിട്ടും. ബിസിനസ് കൂടുമ്പോൾ ബോണസ് ഷെയർ തരും. അതാണ് കോർപ്പറേറ്റ് ആക്ഷനിൽ കാണാൻ പറ്റുക. ഇവിടെ എന്താണ് കോർപ്പറേറ്റ് ആക്ഷൻ. അപ്പോൾ ഇൻ കേസ് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. ഇവിടെ ഇപ്പം നമുക്ക് എത്ര കണ്ട് 2016 1:1. 1 ലക്ഷം ഷെയർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അതെന്തായി 2 ലക്ഷമായി. അപ്പോൾ 1 ലക്ഷത്തിന് നമുക്ക് 28 ലക്ഷം രൂപ ഡിവിഡൻഡിങ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അതായത് 1 ലക്ഷം ഷെയർ എന്ന് പറയുന്നത് 1:1 ബോണസ് തരുമ്പോൾ 2 ലക്ഷം ഷെയർ ആവും അല്ലേ. അവിടെ വില കുറയും, സ്റ്റോക്കിൻ്റെ വില കുറയും. സ്റ്റോക്കിൻ്റെ വില ഇതുമായിട്ടൊരു ബന്ധമില്ല. ഞാൻ പറയാം, അയ്യോ ഇതിൻ്റെ വില കുറഞ്ഞുവല്ലോ, എൻ്റെ പോലും സാധനങ്ങൾക്ക് 2 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ട്രേഡ് ചെയ്യാണ് സ്മാർട്ട് മണിയിൽ. മനസ്സിലാവുന്നു. നിങ്ങളെ ബിസിനസ് നല്ല ഹൈ ക്വാളിറ്റി ആണെന്നനുസരിച്ചുകൊണ്ട് അവർ ട്രേഡ് ചെയ്യുന്ന സമയത്ത് വില കൂടിക്കൊണ്ട് പോകും. അപ്പോൾ ഇപ്പോൾ കുറഞ്ഞ വില സ്പ്ലിറ്റ് ആകുന്ന സമയത്തോ ബോണസ് ഷെയർ കൊടുക്കുന്ന സമയത്തോ ഇപ്പം 100 രൂപയുള്ള 50 രൂപയാകും. അവിടെ നമുക്ക് ഈക്വലാണ്, കാരണം 100 രൂപ ഇല്ല, 2 സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത് അത് പ്രൈസിൻ്റെ നോക്കരുതെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ 2 എണ്ണം ഇപ്പോൾ 1 ലക്ഷം രൂപക്ക് നമുക്ക് 1 ലക്ഷം ഷെയറിന് 28 ലക്ഷം രൂപ ഡിവിഡൻഡ് കിട്ടി അല്ലേ. ഇപ്പോൾ 2 ലക്ഷം ഷെയറിന് എത്ര കിട്ടും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 50, 8, 16 അല്ലേ, 56 ലക്ഷം രൂപ നമുക്ക് ഡിവിഡൻഡ് വന്നു. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ സാധാ SIP ആണ്. അപ്പോൾ SIP ആയിട്ട് 1 ലക്ഷം രൂപ 1 ലക്ഷം സ്റ്റോക്ക് ആയെന്ന് വെച്ചോ. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തില്ല. കമ്പനി നമ്മളെ സന്തോഷിപ്പിക്കുക. നമ്മൾ ഓണറാണ്, നമ്മൾ വർഷങ്ങളായിട്ട് അതിൻ്റെ പാർട്ടാണ്, ആ കമ്പനിയുടെ ഓണറാണ്. അപ്പം അവർക്ക് എന്തോ ബിസിനസ് കൂടുതൽ കിട്ടിയപ്പം നമുക്ക് എന്ത് ചെയ്തു, സന്തോഷത്തിൽ 1 ലക്ഷം ഷെയർ എക്സ്ട്രാ തന്നു. 1 ലക്ഷം ഷെയർ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് അതിന് 28 ലക്ഷം രൂപ വർഷത്തിൽ ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. ക്വാർട്ടർലി, അതായത് 3 മാസമോ വർഷത്തിലോ, ഇവിടെ 3 മാസമാണ് ഡിവിഡൻഡ് കിട്ടുന്നുണ്ട്. നമ്മളെ ഹാപ്പിയാണ്. ആ കൂട്ടത്തിൽ ഒരു ഡബിൾ ഹാപ്പി. എന്താണ്, അവർക്ക് നല്ല ബിസിനസ് വന്നപ്പോൾ അവർ 1 ലക്ഷം ഷെയർ എക്സ്ട്രയും തന്നു. ഇതാ കിടക്കുന്നത് 56 ലക്ഷം രൂപ വരുമാനം. നിങ്ങളത് ഇമാജിൻ ചെയ്തു നോക്ക്. ഇതാണ് സഹോദര ഇതിൻ്റെ പവർ. ഈ 56 ലക്ഷം രൂപ 1 കോടിയാണെങ്കിലോ 56 കോടി. ഇതാണ് ഈ സ്മാർട്ട് മണീൻ്റെ, അതായത് നമ്മൾ പറയുന്ന ലോകത്തുള്ള സകല 80% സമ്പന്നരുടെ പ്രധാന വരുമാനം എന്ന് പറയുന്നത് ഈ 56 കോടി രൂപയാണ്. ഇനി നമ്മൾ പറഞ്ഞ എന്താണ്, 1 കോടിയാണ്. അവരുടെ അടുത്ത് എത്ര ഉണ്ടാവുക? 500 കോടി 1000 കോടി ഷെയർ ഉണ്ടാവുക. അതെങ്ങനെ ഉണ്ടാകുന്നത്? അവരും ഈ പറഞ്ഞ പോലെ നമ്മളിപ്പം 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരെന്ത് ചെയ്യും, 1 ലക്ഷം ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുക SIP ആയിട്ട്. 1 ലക്ഷം ഈ മാസം, 1 ലക്ഷം അടുത്ത മാസം, 1 ലക്ഷം അടുത്ത മാസം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതിൻ്റെയൊക്കെ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പ് നോക്കിയാൽ തന്നെ എണ്ണിയാൽ തീരെയല്ല 0 അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് സഹോദരങ്ങളെ സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ലാർജ് ക്യാപ്പും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് സേഫസ്റ്റ് പ്രീമിയം സ്റ്റോക്കുകൾ എന്ന് പറയുന്നത്. അതുപോലുള്ള എഡ്യൂക്കേഷനാണ് നമ്മൾ പ്രീമിയം എഡ്യൂക്കേഷൻ എന്ന് പറയുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ FNOയിലും ഫ്യൂച്ചറിലും പെന്നിയിലും വില നോക്കിക്കൊണ്ട്, ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന ഇന്നാൾ 2-3 ഫീമെയിൽസ് വന്നിട്ടുണ്ടായിരുന്നു. വരുന്നതിനൊരു കുഴപ്പമില്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മറന്നു കളിയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായ ട്രേഡിംഗ് രീതിയാണ്. കാരണം നമ്മൾ അങ്ങനെ പഠിച്ചത്. കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സമയം ചിലവാക്കരുതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ട്രേഡിംഗ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റ്മെൻറ്റ് ആയിക്കോട്ടെ, പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാൻ പോവുക. ഇനി പഠിക്കണ്ടേ, മിണ്ടാതിരിക്കുക, കാര്യങ്ങൾ ചോദിക്കുക, അങ്ങനെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ചോദിച്ച് പഠിക്കാം. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ ഒരുപാട്, അതായത് നമ്മളിപ്പോൾ ഇന്നലെ കണ്ട് ഞാൻ ഒരു സ്ക്രീൻഷോട്ട് കണ്ടു.
2 ലക്ഷം രൂപയുടെ ടാറ്റ മോട്ടോഴ്സ് ബൈ ചെയ്തിട്ട് 36,000 രൂപ നഷ്ടത്തിലാണ് എടുക്കുന്നത്. സ്റ്റോക്കാണ്. എങ്കിൽ കൂടെ ആ 36,000 രൂപക്ക് നിങ്ങൾ ഏതെങ്കിലും ഒരു കണ്ടന്റ് ആമസോണിനോ നോർത്ത് ഇന്ത്യന്നോ പഠിച്ചു കഴിഞ്ഞാൽ, ആ ലോസുള്ള മണി പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ അവിടെ തീർന്നില്ല. പിന്നെ നിങ്ങൾ ആ പഠിച്ച കാര്യത്തിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് മാക്സിമം മെച്ചപ്പെടാൻ ശ്രമിച്ചുകൂടെ? ഇതാണ് യുക്തി മാർക്കറ്റിൻ്റെ. പക്ഷെ നമ്മുടെ ഒരു സുഹൃത്തുക്കളും സ്റ്റോക്ക് ബൈ ചെയ്യാൻ വരുമ്പോൾ മണി ഇമോഷൻ. എന്താണ് 10 രൂപയുടെ ഉണ്ടോ 20 രൂപ, അയ്യോ അതിന് 1000 രൂപയല്ലേ, 1 ലക്ഷം രൂപ കയ്യിലുണ്ട് അല്ലെ 10 ലക്ഷം ഉണ്ട്, പക്ഷെ അതിന് 1000 അല്ലേ. ഇവരുടെ ധാരണ ഈ 10 രൂപയുടെ സ്റ്റോക്ക് 1 കോടി മേടിച്ചിട്ട് ഭയങ്കര പ്രോഫിറ്റ്. എൻ്റെ പൊന്നു സഹോദരൻ, ലോകത്ത് ഏറ്റവും വലിയ റിസ്ക് ആണ് അതിൽ. ഒന്നാമത്തെ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ കയറുന്നുണ്ടെങ്കിൽ 1000 രൂപയുടെ 60 രൂപ 50 രൂപ റേഞ്ചിൽ കയറും. ഇത് 50 പൈസയെ കയറുള്ളൂ. അപ്പം നമുക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട്, നമുക്ക് യുക്തി എന്ന് തോന്നുന്നത് നല്ലതെന്ന് തോന്നുന്നതെല്ലാം നമുക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തതുകൊണ്ട് അത് കംപ്ലീറ്റ് നെഗറ്റീവായി മാറുന്നതാണ്. അങ്ങനെയാണ് നമ്മുടെ ഫേസ്ബുക്കിലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് കാണുന്നതും നമുക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വ്യക്തവും കൃത്യവുമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 1:1 കിട്ടി. നമുക്ക് എത്ര കിട്ടി? 1 ലക്ഷമാണെങ്കിൽ 56 ലക്ഷം കിട്ടി അല്ലേ. പിന്നെ വീണ്ടും വന്ന ഒരു ബോണസ് 2000 എത്രയാണ് ഇത് 16 18 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ബോണസ് ഷെയർ വന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 1 ലക്ഷം എന്നുള്ളത് 2 ലക്ഷമായി. 2 ലക്ഷം എന്നുള്ളത് എത്രയാവും? 4 ലക്ഷമാവും അല്ലേ. ഇതാണ് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ സാധാരണ രീതിയിൽ 3000 രൂപ വെച്ച് 1 ലക്ഷം രൂപ 1 ലക്ഷം ഷെയർ ആയിട്ടുണ്ടായിരുന്നത് അത്രയും 4 ലക്ഷമായി. 4 ലക്ഷം എന്നുള്ളത് വീണ്ടും 1:2 ആണ് ഇപ്പോൾ 2022 കൊടുത്തത് അല്ലേ. 2022 1:2. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നതാണല്ലോ. നിങ്ങൾ SIP ആയിട്ട് നിങ്ങളുടെ എത്ര സ്റ്റോക്കാണ്? 1 ലക്ഷം ആണെങ്കിൽ 1:1 1:1 1:2. അപ്പോൾ 4 ലക്ഷത്തിൽ നിങ്ങൾക്ക് എത്ര വരിക? 4ൻ്റെ ഇരട്ടി 8 ലക്ഷം സ്റ്റോക്കായി അല്ലേ. 4 ലക്ഷമോ 8 ലക്ഷമോ 12 ലക്ഷമോ എത്ര ആയിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സഹോദരൻ ഇങ്ങനെയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ വിൽക്കരുത്, ഇതിനെ വിടണം എന്ന് പറയുന്നത്. ഇത് പൊന്മുട്ടയിടുന്ന താറാവാണ്. ഇത് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് വേറെ പ്രോഫിറ്റ് ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ടേ സഹോദരങ്ങൾക്ക് പ്രോഫിറ്റ് ഉള്ളൂ. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ കാര്യം. അപ്പം ഇത് നമ്മുടെ കേരളത്തിൽ ഒരു യൂട്യൂബേഴ്സ്, അങ്ങനല്ല ഞാൻ മറ്റുള്ള ആളുകൾ ഇതൊന്നും പറയില്ല കേട്ടോ, ഇൻവെസ്റ്റ്മെൻറ്റ് പറയാൻ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. നിന്നാലും കൺഫ്യൂഷൻ. പഠിക്കണോ പഠിക്കാതെ ചെയ്യണോ, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യും, അതിൽ PA കുറവാണ്, ഇതിൽ C കുറവാണ്, ഇതിൽ തേങ്ങ കുറവാണ്, ഇതിൽ മാങ്ങ കുറവാണ്. എൻ്റെ പൊന്നു സഹോദരൻ, ഫണ്ടമെൻ്റൽ കാറുകളുടെ കാര്യം ഞാൻ ഈ പറഞ്ഞ പബ്ലിക് മാർക്കറ്റ്, ആ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ട് 20 വർഷം, പബ്ലിക് മാർക്കറ്റിൽ നല്ല ഹൈലി ഡിമാൻഡായിട്ടുള്ള പ്രോഡക്റ്റ് സർവീസ് ആയിരിക്കണം. സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ട് 20 വർഷം, പബ്ലിക് മാർക്കറ്റ് 20 വർഷം, ലാർജ് ക്യാപ് പ്രീമിയം സ്റ്റോക്ക് ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. മന്ത്ലി കുത്തനെ മുകളിലോട്ട് പോകുന്ന ചാർട്ടായിരിക്കണം. ROE ROC ഈ 2 കാര്യം നോക്കിയാൽ അതിൻ്റെ അപ്പുറവും ഇല്ല, ഒന്ന് ഇപ്പുറവും ഇല്ല. ഒന്ന് മറന്നു കളിയാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒഴിവായിക്കളാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് വിട്ടുകളാം. ധൈര്യമായിട്ട് 4 സ്റ്റോക്ക് മേടിച്ച് വെക്കുന്ന സഹോദര. ട്രേഡിങ്ങിൽ നിങ്ങൾ പേടിക്കണം. ഇത് SIP ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. SIP ഞങ്ങൾ ചെയ്യുക. അതിൽ ഡിവിഡൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് വെക്കുക. ഇതിനാണ് ഞാൻ ഇത് മേടിച്ചത്. അതായത് ഇത് ഇപ്പോൾ കണ്ടല്ലോ, സംഗതി ക്ലിയറായിട്ട് പറഞ്ഞത് മനസ്സിലായി. ഇത് ഞാൻ വെറുതെ നിങ്ങൾക്ക് കഥ ഉണ്ടാക്കി പറഞ്ഞില്ല, യൂട്യൂബിൽ മോണിറ്റൈസേഷനിൽ ടൈം പാസ് ചെയ്യാൻ ഉണ്ടാക്കി പറഞ്ഞില്ല. ഒരിക്കലല്ല, ഇത് റിയാലിറ്റിയാണ് അല്ലേ. അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ 80% ആളുകളും മാർക്കറ്റിൽ നിന്ന് വരുമാനം നേടുന്നത്. അവർ കഠിനാധ്വാനം ചെയ്തിട്ട് തലയും കുത്തി പറഞ്ഞ് ചാർട്ട് നോക്കിയിട്ടോ ട്രേഡ് ചെയ്തിട്ടൊന്നുമല്ല. ഇങ്ങനെയാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. ഇത് എഴുതി വെച്ചു. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സഹോദരങ്ങളെ. ഇത് നിങ്ങൾക്ക് ഏത് ലാർജ് ക്യാപ് പ്രീമിയം സ്റ്റോക്കിലും അപ്പോൾ ഇവിടെ ഗെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഗെയിൽ നോക്കി ഇതാണ് കാണാൻ പറ്റുക. IOC, കണ്ടെയ്നർ കോർപ്പറേഷൻ, ഏത് ഹിന്ദുസ്ഥാൻ യൂണിലിവർ, TCS, ITC എന്നൊക്കെ പറയുന്ന വാല്യൂസ് ആണ്. അത് ഒരിക്കലല്ല, അതിൻ്റെ പ്രോപ്പർ വാല്യൂസൊക്കെ ഹൈ റേഞ്ചിലാണ്. അപ്പോൾ ഇതൊക്കെ പഠനമുണ്ട്. ഇതിനൊക്കെ തീർച്ചയായിട്ടും പഠനമുണ്ട് എന്ന് ഞാൻ പണ്ട് ഫേസ്ബുക്കിൻ്റെ ഒരു കഥ കൂടെ ഞാൻ പറഞ്ഞു തരാം. ഫേസ്ബുക്കിൽ ഏറ്റവും പ്രഗത്ഭമായ ഒരു ഗ്രൂപ്പാണ് ഓഹരി വിപണി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പാണ്. ഇപ്പം ഞാൻ മെമ്പറാണ്. പക്ഷേ നമ്മുടെ ഈ ഫണ്ടമെൻ്റൽ കൊണ്ട് നോക്കി ട്രേഡ് ചെയ്യുന്ന സുഹൃത്തുക്കളും അതുപോലെ തന്നെ ചാർട്ടിൽ വരച്ച് ട്രേഡ് ചെയ്യുന്ന സുഹൃത്തുക്കളും പിന്നെ ഇവർക്ക് എന്തോ ഒരു ഇതുള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ അതിൽ പോസ്റ്റുകളും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ഇപ്പം നമ്മളതിൽ മെമ്പറാണ്. ഓക്കെ, അപ്പം ഞാൻ മുമ്പ് വർഷങ്ങളായിട്ട്, അതായത് യൂട്യൂബിൽ വരുന്ന സുഹൃത്തുക്കൾ ചിലപ്പോൾ എനിക്ക് അറിയില്ല, എന്നെ ആദ്യമായിട്ട് കാണുമായിരിക്കും. ഞാൻ അവിടെ വർഷങ്ങളായിട്ട് ഇതുപോലുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇൻറ്റൻഷൻ ഒന്നുമില്ല. കാരണം എന്താ, ഞാൻ എന്ന് പറയുന്നത് സെൽഫായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും നമ്മൾ ടെക്നിക്കൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ടെക്നിക്കൽ പഠിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ എന്താണ്? അത് അന്ധവിശ്വാസമില്ലേ? അതിനെ കൊണ്ടൊക്കെ നടക്കുമോ? അപ്പോൾ ഇവരൊക്കെ പോകുന്ന ഫണ്ടമെൻ്റലിലോട്ടാണ്. ചാർട്ടിൽ വരക്കുകയാണ്. ചാർട്ടിൻ്റെ ഫണ്ടമെൻ്റൽ നോക്കിക്കൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. 52 വീക്ക് ലോ, 52 വീക്ക് ഹൈ ഒക്കെ നോക്കിക്കൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ എഡ്യൂക്കേഷൻ ഇല്ല എന്നാണ് ഞാനും കരുതിയത്.
നമ്മുടെ സുഹൃത്തുക്കൾ കണ്ടുകൊണ്ട് അവരെ പരിചയപ്പെട്ടു. ഞാൻ തീർച്ചയായും നിങ്ങൾ എവിടെയെങ്കിലും പോയി പഠിച്ച് ചെയ്ത് നിങ്ങൾ നഷ്ടം ഉണ്ടാക്കേണ്ട രീതിയിലുള്ള പറഞ്ഞു തന്നത്. ഞാൻ ചെയ്യുന്ന എന്താണ്, എനിക്ക് ഈ കോഴ്സ് സെല്ലിങ് എല്ലാം എൻ്റെ പണി. അവിടെ നമ്മുടെ ഫീമെയിൽ ആയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്നത്, അതായത് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന് കോഴ്സ് വെക്കണം, ടെക്നിക്കിൽ പഠിക്കാൻ പറയുന്നത് അതിനാണ്. സഹോദര, ടെക്നിക്ക് പഠിച്ചാൽ മാത്രമേ ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഫ്രണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു 3 എഡ്യൂക്കേഷനാണ്. അതിൽ ഒന്ന് എന്താണ്, ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ പ്രീമിയം പ്രൈസ് ആക്ഷൻ സബ്ജക്റ്റ് 1. ആ സബ്ജക്റ്റ് 1 നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്, ട്രേഡിങ്ങും വരുന്നുണ്ട്. ഓക്കെ, ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട്, ട്രേഡിങ്ങും ഉണ്ട്. രണ്ടാമത്തത് കംപ്ലീറ്റ്ലി എന്താണ്, ചാർട്ട് എഡ്യൂക്കേഷനാണ്. രണ്ടാമത്തത് എലിയോട്ട് ന്യൂ വേവ് തിയറി എന്ന് പറയുന്നത് ചാർട്ട് എഡ്യൂക്കേഷനാണ്. മൂന്നാമത്തെ എന്താണ്, മാസ്റ്റേഴ്സ് എന്ന് പറയും, അത് കംപ്ലീറ്റ്ലി ചാർട്ട് എഡ്യൂക്കേഷനാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കാർക്കും വിശ്വാസം തോന്നുന്നില്ല. കാരണം എന്താ, നമ്മളത് സ്വാഭാവികമായിട്ട് അവർക്ക് അറിയില്ലല്ലോ. അവർക്ക് അറിയില്ല എന്താണ് ഈ സംഗതികൾ എന്നുള്ളത്. അപ്പം എനിക്ക് അവിടുത്തെ ഞാനിത് മുമ്പ് ടെക്നിക്കൽ അനാലിസിസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗലാണ്. അപ്പം എന്ത് തന്നെ ആയാലും ഇപ്പം നമ്മൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, അത് എന്തിനാണ് ചെയ്യുന്നത്, ടെക്നിക്കൽ അനാലിസിസ്. നിങ്ങൾ ഇത് താല്പര്യമുള്ളൂ, ഞാൻ പറയുന്നത് മൊത്തം ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, ട്രേഡുകൾ ചെയ്യേണ്ടതെന്ന് ഞാൻ എല്ലാവരും പറയുന്നത്. പക്ഷേ ട്രേഡ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, അത് സ്കില്ലഡാണ് സംഭവം. നമ്മൾ ജോലിക്കായാലും നമ്മൾ പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം കാലങ്ങളോളം, എന്നിട്ടാണ് നമുക്ക് ജോലി കിട്ടുള്ളൂ. ഒരുപാട് കഷ്ടപ്പെട്ടാലേ പൈസ കിട്ടുള്ളൂ. പൈസ എവിടെയും കിട്ടണേ കഷ്ടപ്പെടണം. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ് നിങ്ങൾ കഷ്ടപ്പെടാണ്ടിരിക്കേണ്ട ഒരു കാര്യം. ആ ടൈം എടുക്കും, മനസ്സിലാവും, വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ടെക്നിക്കൽ എന്ന് പറയുന്ന കോഴ്സിലാണ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും ട്രേഡിങ്ങിനെ കുറിച്ചും കംപ്ലീറ്റ് A to Z പ്രീമിയം എഡ്യൂക്കേഷൻ കിട്ടുക. ഇത് നിങ്ങൾ എവിടെ വെച്ചാൽ പോയിട്ട് പഠിച്ചു, അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഓഹരിയോണി ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കൾ അങ്ങനെ ഒരു സംഭവമില്ല, അത് എന്താണ് അന്ധവിശ്വാസമാണ്, തേങ്ങയാണ് മാങ്ങയാണെന്ന് പറഞ്ഞ് അവർക്ക് അറിയില്ല. അവർ മറ്റുള്ളവരോട്ട് പഠിക്കാനായിട്ട് വിടുന്നില്ല. അവർ പറയുന്നത് ഇങ്ങനെ ക്രോസ് ആയിട്ട് വരക്കും, ചാനലിംഗാണ് വരക്കുന്നത്. ഇത് എലിയോട്ട് ന്യൂ വേവ് തിയറിയിൽ വരുന്ന 100 വിഷയത്തിൽ ഒറ്റ വിഷയമാണ് ഈ ചാനലിംഗ്. അത് മാത്രം വരച്ചുകൊണ്ട് പാവപ്പെട്ടൊരു അത് കൊടുക്കുന്നവനും അറിയില്ല, വാങ്ങുന്നവനും അറിയില്ല. അതിനിപ്പോൾ അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കണം എന്നൊന്നും എനിക്കും അറിയില്ല. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, അവർ സ്വാഭാവികമായിട്ടും അങ്ങനെ ധരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സഹോദരങ്ങളെ, ഞാൻ പഠിച്ചപ്പോഴാണ് എനിക്കിത് ക്ലിയർ ആയെന്നുള്ള പറഞ്ഞു തരാണ്. അല്ലാണ്ട് ഇതിൽ വേറൊരു ഉദ്ദേശമൊന്നുമില്ല. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾ വാട്സപ്പിൽ വന്ന് ഫ്രീ ആയിട്ട് കേട്ട് പഠിച്ചോ. നിങ്ങൾ ഗ്രൂപ്പിൽ പോയാലൊന്നും ഒരിക്കലും കേട്ട് പഠിക്കാൻ പറ്റില്ല. നമ്മൾ ടൈം വേസ്റ്റ് ചെയ്ത് നിങ്ങൾ എവിടെ നിന്നാ വെച്ചാൽ പോയി പഠിച്ചുകൊണ്ട് മാത്രം ചെയ്യുക. ഓക്കെ, തീർച്ചയായിട്ടും ഇതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ട്രേഡ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജോലിയും തിരക്കും കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ മെയിൻ എന്ന് പറയുന്നത് ട്രേഡിങ് കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരും, ഇന്ന മേടിച്ചു. അപ്പോൾ നിങ്ങൾക്ക് ജോലിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, FNOയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഞാൻ പറഞ്ഞു 1 സെക്കൻഡിൽ വരെ. അതാണ് ഞാൻ പറഞ്ഞത് SIPയിൽ ബൈ ചെയ്യണം എന്ന് പറയുന്നത്. ചാർട്ട് നിങ്ങൾ എടുത്തു നോക്കിയാൽ 1 സെക്കൻഡിലായാലും 1 മിനിറ്റിലായാലും 1 സെക്കൻഡൊന്നും നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, 100% ഒരു 50% ആവും, വീണ്ടും 100% 50%. ഇത് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സഹോദര ട്രേഡ് ചെയ്യാൻ പറ്റാത്തത്, ട്രേഡിങ് ലോസ് വരുന്നത്. അതിന് നമുക്ക് ടെക്നിക്കൽ ചാർട്ട് എഡ്യൂക്കേഷൻ പഠിക്കണം. ആ പഠിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ എനിക്ക് അവരെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങളിൽ എനിക്ക് പ്രശ്നമാകും. അതുകൊണ്ടാണ് ടെക്നിക്കൽ അനാലിസിസ് ഞാൻ പഠിച്ചതിൻ്റെ PDF-ൻ്റെ ടൈറ്റിലാണ് ഇവിടെ ടെക്നിക്കൽ അനാലിസിസും. അതുപോലെ തന്നെ രണ്ടാമത്തത്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തതെന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുക കേട്ടോ. അല്ലാതെ നമ്മുടെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് ആർക്കും വരാം. അവിടെ നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് നിർബന്ധമായിട്ട് പഠിക്കണം. അവിടെ നമ്മൾ തരുന്ന കോഴ്സ് എന്താണ്, എലിയോട്ട് ന്യൂ വേവ് തിയറിയിലും പ്രൈസ് കൺവേർജൻ ഡൈവേർജനിലാണ് നിങ്ങൾ കോഴ്സ് ചെയ്തത്, എഡ്യൂക്കേഷണൽ കോഴ്സ്. ഓക്കെ.